എങ്കിൽ ഈ വചനത്തിന് വേണ്ടി ഒന്നുകൂടെ കരമുയർത്തി നന്ദി പറഞ്ഞാട്ടെ. ദൈവം എന്നോട് ഇടപെട്ട വചനമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വചനം ഹല്ലേലൂയ അതീവ ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് വേണ്ടി ഇന്ന് ദൈവം ഇറങ്ങുകയും ചിലവരുടെ ജീവിതം മാറുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും പുതിയ സൃഷ്ടികളാണ്. ഈ ദൈവത്തെ ഏറ്റുപറഞ്ഞവരാണ്, ദൈവത്തെ വിശ്വാസത്തിൽ കൈക്കൊണ്ടവരാണ്. എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് വരുന്നു. അത് പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യാൻ പോകുകയാണ്. എങ്കിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ 12-ാം അധ്യായം അതിൻ്റെ 1 തുടങ്ങി 3 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ കുറിവാക്യമായി നിൽക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ 12-ാം അധ്യായം അതിൻ്റെ 1 തുടങ്ങി 3 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഹല്ലേലൂയ ഇന്ന് ചിലവരെ വിടുവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം ചിലവരെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ വചനത്തിലേക്ക് കടന്നു വന്നാട്ടെ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഒന്ന് ഞാൻ നിർത്തിയെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർ പറയും ഹല്ലേലൂയ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റിലുമുണ്ട്? ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ചുറ്റിലേക്ക് നോക്കിയേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചുറ്റിലും ഒരു വലിയ സാക്ഷികൾ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. എത്ര പേർ കരമുയർത്തി പറയും സ്ഥിരതയോടെ ഓട്ടം ഓടുക? ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരുവന് തുല്യനായി നിൽക്കുന്നു. നിനക്ക് വേണ്ടി ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. ആ സ്ഥാനത്തേക്കാണ് ദൈവമക്കൾ ഓടുന്നത്. ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി നന്ദി പറയാൻ കഴിയുന്നവർ ഹല്ലേലൂയ. എത്ര പറയും ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളത്തിന് തുല്യമായാണ് നിൽക്കുന്നത്? കാരണം ഇതിനകത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. ആ ഫിനിഷിംഗ് പോയിന്റിൽ എനിക്ക് വേണ്ടി ഹല്ലേലൂയ പൂർത്തി വരുത്തുന്ന ഒരുത്തൻ നിൽപ്പുണ്ട്. അവൻ എനിക്ക് സമ്മാനം തരുവാനായിട്ട്. ഹല്ലേലൂയ. ഓട്ടം തികച്ചവനെ, നല്ല ദാസനെ എന്ന് വിളിക്കുവാൻ ഈ ഫിനിഷിംഗ് പോയിന്റിൽ ഒരു ദൈവം കാത്തു നിൽപ്പുണ്ട്. അത് സ്വീകരിക്കുന്നവർ ഒന്ന് കരമുയർത്തി നന്ദി പറഞ്ഞേ. കർത്താവിൻ്റെ വചനത്തിന് മാറ്റമില്ല പ്രിയരെ. ആ വചനം ഇന്ന് ചിലവരെ വിടിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഹല്ലേലൂയ. എങ്കിൽ എത്ര പറയും ഇതൊരു ഓട്ടക്കളമാണ്? ഹല്ലേലൂയ. ഈ ഓട്ടക്കളത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവുകയാണെന്ന്. ഹല്ലേലൂയ. എങ്കിൽ ഈ ഓട്ടക്കളത്തിൽ ഹല്ലേലൂയ വളരെ വിഷയങ്ങളുണ്ട്. ഇതൊരു മാരത്തോൺ ഓട്ടമാണ്. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കുന്നവർ ഈ മാരത്തോൺ ഓട്ടം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓട്ടം ചെറുതാണെന്ന് പറഞ്ഞാൽ പ്രിയരെ നിങ്ങളുടെ ആയുസ് കുറഞ്ഞു പോകും. ഹല്ലേലൂയ. പറഞ്ഞേ എനിക്ക് വളരെയധികം ദൂരം ഓടുവാനുണ്ട്. നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എങ്കിൽ ആ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് ഞാനിത് POCയിലും കൂടെ ഒന്ന് വായിക്കാൻ പോവുകയാണ്. വേഗത്തിൽ വായിച്ചാട്ടെ. ഹല്ലേലൂയ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ടിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ ഈ ഓട്ടത്തിന് തടസ്സമായിട്ട് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് 1 ഭാരം വരാം, 2 ഹല്ലേലൂയ പാപവും വരാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. ലക്ഷ്യസ്ഥാനത്ത് യേശു നിൽക്കുകയാണ്. കാരണം അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. പൂർത്തി വരുത്തുന്നവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പ് വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. ഇവിടെ നാം ആരെ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവൻ. അവൻ ഓട്ടം തികച്ചിട്ടാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. എനിക്കും നിനക്കും ഓടാൻ മുമ്പിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. ഒരു ലക്ഷ്യസ്ഥാനം അവിടെ ഉണ്ട്. അവിടെ വേറെ ഒരു പാസ്റ്ററോ വേറെ ഒരു വലിയ വ്യക്തിയോ ഇല്ല. അവിടെ ഒരേ ഒരു ദൈവം മാത്രം നിൽക്കുന്നു. അവനെ നോക്കിക്കൊണ്ട് നീ മുമ്പോട്ട് നിന്റെ ഓട്ടം തികയ്ക്കാൻ തയ്യാറാകണം. ഇന്ന് എത്ര പേർ പറയും ഞാൻ വേറെ ആരെയും അല്ല ഫോളോ ചെയ്യുന്നത്, നസ്രയനായ യേശുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മാതൃകയാക്കി വെച്ചിരിക്കുന്നു. കാരണം അവനെ നോക്കി ഓടുന്നവർ മാത്രമേ ഫിനിഷിങ്ങിൽ എത്തത്തുള്ളൂ.
ഒന്ന് നന്ദി പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. എങ്കിൽ ഒന്നാമത്തെ കാര്യം പറയുന്നു, ഒന്നാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങൾ ഹല്ലേലൂയ ഓട്ടത്തിൽ വീഴാൻ ചാൻസ് ഉള്ള രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്ന് ഭാരം, രണ്ട് പാപം. ഹല്ലേലൂയ. ഒന്ന് കർത്താവിന് നന്ദി പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഈ ഓട്ടക്കളത്തിൽ ഓടുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾ മാരത്തോൺ ഓടുന്നവരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഹല്ലേലൂയ, അവരുടെ ശരീരത്തിൽ ഏറ്റവും നൈസായ ഒരു വസ്ത്രം മാത്രമേ കാണത്തുള്ളൂ. ഹല്ലേലൂയ. ഒന്നുകിൽ അവർ ചെറിയൊരു ബനിയൻ മാത്രം ഇടും, ഹല്ലേലൂയ, ഒരു ഷോർട്ട് നിക്കർ അല്ലെങ്കിൽ ഷോർട്ട് പാൻറ് മാത്രമേ അവർ ഇടത്തുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? അനേക ദൂരം അവർ ഓടേണ്ടതുണ്ട്. ഈ ഭാരം കാരണം ആരും ഫുൾ സ്യൂട്ട് ഇട്ട് മാരത്തോൺ ഓടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഫുൾ ഹല്ലേലൂയ സെറ്റപ്പായ ഷർട്ടോ പാൻറ്റോ ഇട്ടിട്ട് ആരും മാരത്തോൺ ഓടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും ലൈറ്റ് വസ്ത്രവും ഇട്ട് ഹല്ലേലൂയ അവർ അതെ മാരത്തോൺ ഓടും. എന്താ ഹല്ലേലൂയ മാരത്തോൺ ഓടുന്ന ഒരു ബ്രദറിനോട് ചോദിച്ചാൽ അവർ പറയും, എനിക്ക് അനേക ദൂരം ഓടേണ്ടതുണ്ട്, എനിക്ക് ഒന്നാം സ്ഥാനത്തിൽ എത്തണമെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഭാരം കുറയേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ക്രിസ്ത്യ ജീവിതത്തിൽ ഭാരം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ബൈബിൾ പറയുന്നു, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേളിലിട്ടുകൊള്ളുക, അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിനായിട്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേളിലിടാൻ തയ്യാറാകണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഭാരം മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരുവൻ ഈ ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്നവൻ എൻ്റെ ഭാരം വഹിക്കുന്നവനാണ്. മനസ്സിലായവർ കരമുയർത്തി നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒന്നാമത്തെ വിഷയം, സകല ഭാരവും, എന്തെങ്കിലും ഭാരം. ഹല്ലേലൂയ. ഈ ഓട്ടത്തിൽ നിന്നെ തോൽപ്പിക്കാൻ നിൽക്കുന്നത് ഹല്ലേലൂയ വേറെ ആരുമല്ല, ഒരു ശത്രുവായ പിശാചുണ്ട്. ഹല്ലേലൂയ. അത് മനസ്സിലാകണമെങ്കിൽ ഹല്ലേലൂയ POC ബൈബിളിലോട്ടൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ കറുത്ത ബൈബിളിൽ നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ടെ, ഒന്നാമത്തെ വാക്യം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും ഹല്ലേലൂയ സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുണ്ട്. പക്ഷേ അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മളെ വിഷമിപ്പിക്കുന്ന വലിയ ഭാരമോ പാപമോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ ബൈബിളിൽ ഇതിനകത്തില്ലാത്ത ഒരു പദം കൂടെ ചേർത്തിട്ടുണ്ട്, വിഷമം വരാൻ ചാൻസ് ഉണ്ട്. എവിടെയാണ് തളർച്ച ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കുന്നവർ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ, എൻ്റെ കൂട്ട് സഹോദരൻ എന്നെ വിഷമത്തോട് നോക്കിയാൽ ഒരു പക്ഷേ നിൻ്റെ ഹൃദയം ഇടയാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. വിഷമം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ വേർഷൻ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോഴേ ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ക്രിസ്ത്യ ജീവിതം നീ ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. ഒന്നാമത്തെ വചനത്തിന് വേണ്ടി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ, കരമുയർത്തേട്ടെ. ഹല്ലേലൂയ. അതിനകത്ത് വചനം പറയുന്നത്, ഹല്ലേലൂയ, ഈ ഭാരം വരുമ്പോൾ നീ അതിനോട് തിരിച്ചു പറയേണ്ടത്, എനിക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ കീഴിലാണ് ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 11 അധ്യായം അതിന്റെ 28 വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. അടുത്ത വാക്യം കർത്താവ് പറയാണ്, ഭാരം ഈ ഓട്ടത്തിലുണ്ട്, പക്ഷേ നിങ്ങൾ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ എപ്പോഴും നിങ്ങളെ ആശ്വാസത്തിൻ്റെ മുഖം കൊണ്ട് നിറയ്ക്കാം. ഹല്ലേലൂയ. അതാണ് പത്രോസിന് മനസ്സിലായത്, കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു വഴിയും നിന്റെ മുമ്പിൽ ഇല്ലെങ്കിലും ഇന്ന് രാത്രിയും കർത്താവ് പറയുന്നു, ഒരു വഴിയില്ലെങ്കിലും പുതിയതായി നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുവാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവം ശക്തനാണെന്നുള്ളതാണ് സത്യമായിരിക്കുന്നത്. അത് മനസ്സിലാകുമ്പോൾ നിന്റെ ഉള്ളിലെ ഭാരം മാറും. ഹല്ലേലൂയ. ഒന്ന് കർത്താവിന് നന്ദി പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്കിൽ അടുത്ത വാക്യത്തിലേക്ക് വരുന്നു. ഹല്ലേലൂയ. എബ്രായ ലേഖനം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ, വേഗത്തിൽ വന്നാട്ടെ. ഈ POCയിലും കൂടെ ചേർന്നത് വായിക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എങ്ങനെയാണ് നിനക്ക് പാപജീവിതത്തെ ജയിക്കാൻ കഴിയുന്നത് ചോദിച്ചാൽ, ഹല്ലേലൂയ, വേറെ ആരെ നോക്കിയാൽ നിനക്ക് പാപത്തെ ജയിക്കാൻ കഴിയത്തില്ല. കാരണം ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചവൻ എന്ന് പറഞ്ഞവൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവമാണ്. നിനക്ക് പാപത്തെ ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ യേശുവിനെ നോക്കിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. ബാക്കി മനുഷ്യന്മാരെല്ലാം കുറവുകൾ ഉള്ളവരാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് ഇന്ന് എത്ര പേർ ഈ പ്രാരംഭ നിമിഷത്തിൽ തന്നെ പറയും, എൻ്റെ ദൃഷ്ടി ഞാൻ അവങ്കലേക്ക് ഇന്ന് സ്ഥിരമാക്കി വെക്കാൻ പോകുന്നു.
കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ ആത്മാവിൽ ഞാൻ സ്ഥാപിക്കപ്പെട്ടവനാണ്. നമ്മളുടെ പലരുടെയും പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ ബെന്നിഹീനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ റെയ്നാഡ് ബോങ്കെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ വലിയ ദൈവദാസന്മാരെ അനുകരിക്കാൻ നോക്കുന്നവരാണ്. പക്ഷേ ബൈബിൾ പറയുന്നു, നിന്റെ ഓട്ടം സ്ഥിരമാകണമെങ്കിൽ നിനക്ക് വേണ്ടി ഒരുത്തൻ മാത്രമേ കരം നീട്ടി നിൽപ്പോളൂ. അത് ഞാൻ സേവിക്കുന്ന എൻ്റെ യേശുവാണ്. അവൻ്റെ ആത്മാവ് മാത്രമാണ് നിന്നെ വഴി നടത്തുന്നത്. എത്ര പറയും, ബോങ്കയുടെ അതേ ആത്മാവല്ലേ എൻ്റെ ഉള്ളിലുള്ളത്? എൻ്റെ ഉള്ളിലുള്ളത് യേശുവിൻ്റെ ആത്മാവാണ്. ആ യേശുവിൻ്റെ ആത്മാവിൻ്റെ ലൈനിലേക്ക് നീ ഓടാൻ തയ്യാറായാൽ മാത്രമേ ആ ആത്മാവ് നിന്നോട് അതെ സഹകരിക്കാൻ തയ്യാറാകത്തുള്ളൂ. ഒന്ന് കരമുയർത്തി നന്ദി പറയാൻ കഴിയുന്നവർ. യേശുവിൻ്റെ ആത്മാവാണ് എൻ്റെ മേളിൽ പരിവർത്തിക്കുന്നത്. അത് വരുമ്പോഴാണ് ഈ ഭാരം മാറാൻ തുടങ്ങുന്നത്. ആത്മാവ് നടത്താൻ തുടങ്ങുമ്പോഴാണ് പാപത്തിൽ നീ ജയിക്കാൻ തുടങ്ങുന്നത്. കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഈ വചനം അസാധാരണമായ ലെവലിലേക്ക് മാറാൻ പോവുകയാണ്. എങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ വാക്യം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് നോക്കുക. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ അവൻ ഓട്ടക്കളത്തിൽ ഓട്ടം തികയ്ക്കുമെന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ. അവൻ പറയുകയാണ്, വിശ്വാസത്തിൽ നീ എന്നെ നോക്കിക്കോ, ഞാൻ നിന്നെ ജയിപ്പിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പൂർത്തി വരുത്തുവാൻ തയ്യാറാണ്. എങ്കിൽ താഴോട്ട് വായിച്ചാട്ടെ വേഗത്തിൽ. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഇവിടെ അടുത്ത ഭാഗം നമുക്ക് ശ്രദ്ധിക്കാൻ പോവുകയാണ്. ആഴമേറിയ ചിന്തകളിനകത്ത് നിൽക്കുകയാണ്. ഈ ഓട്ടക്കളത്തിൽ നമ്മൾ ഇറങ്ങി, യേശു അവിടെ നിൽക്കുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ഈ മാരത്തോൺ ഒളിമ്പിക്സ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ മുമ്പോട്ട് ഓടാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ ഓട്ടക്കളത്തിൽ വിരുദ് പ്രാപിച്ചവന് മാത്രമേ ഇത് ജയിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അനേക ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്തവൻ, അനേക ദിവസങ്ങൾ വിയർപ്പൊഴുക്കിയവൻ, അനേക ദിവസങ്ങളിൽ ഹാർഡ് വർക്ക് ചെയ്തവൻ ഇത് വിരുദിലേക്ക് വരും. കാരണം എന്താണെന്നറിയാമോ? ചില മുമ്പോട്ട് ഓടുമ്പോൾ അതെ ആ ഓട്ടക്കളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പദത്തെ ഇങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. ഹഡിൽസ് വെച്ചിട്ടുണ്ട്. ഹഡിൽസ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഇതിനെ ചാടിക്കടക്കണം. ഇതിനകത്ത് തട്ടി വീഴുകയോ ഇതിനകത്ത് നിനക്ക് ചാടാൻ കഴിയാത്തയോ അവസ്ഥകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അഭിഷേകത്തിൽ വിളിച്ചു പറയുന്നു, നിന്റെ കൂടെയുള്ളവൻ അവൻ ജയിച്ചവനാണ്. അവനിലേക്ക് നിന്റെ നോട്ടം ഉയരുന്നുണ്ടെങ്കിൽ നീ ഇതിനെ മറികടക്കാൻ തയ്യാറാകും. കാരണം അവൻ്റെ അഭിഷേകമാണ് നിന്നെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് ക്രിസ്ത്യ ജീവിതത്തിൽ ഞാൻ വ്യക്തമായി പറയാം, ഹല്ലേലൂയ, ഈ യേശുവിനെ അറിയുമ്പോൾ ഈ ലോകത്തിലെ 70 80 എന്നതിനപ്പുറത്തായിട്ട് നിനക്കൊരു നിത്യജീവൻ പ്രദാനം ചെയ്തിട്ടുണ്ടെന്നുള്ള സത്യമാകിയാൽ ഈ ലോകത്തിലെ ഭാരം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതിനകത്തോട്ട് POC ഒന്നുകൂടെ ഒന്ന് വായിക്കണം. ഹല്ലേലൂയ. POC ഇതിനകത്ത് 1-ാമത്തെ വാക്യത്തിനകത്ത് വീണ്ടും ഒരു ഭയങ്കര വാർത്ത നിൽപ്പുണ്ട്. POC ബൈബിളിൽ 12 1-ാമത്തെ വാക്യം വീണ്ടും ഒന്ന് വായിച്ചാട്ടെ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. ഇതൊരു ഒരു ഒരു ഭയങ്കര മർമ്മം അവിടെ പറഞ്ഞേക്കുന്നത്. മറ്റേ ബൈബിളിൽ നമുക്കത് മനസ്സിലായിട്ടില്ല. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടപ്പന്തയം. മനസ്സിലായോ? എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വന്തം ഈ പന്തയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അരുമ്പറനൊക്കെ അറിയാം പന്തയം എന്ന് പറഞ്ഞാൽ. ഈ ഫുട്ബോൾ കളി വേൾഡ് മാച്ചൊക്കെ കാണുമ്പോൾ അറിയാം, 2 പേർ ചേർന്ന് ഒരു പന്തയത്തിൽ ഏർപ്പെടും. ഒരാൾ ഒരു ടീമിൻ്റെ വശത്തും മറ്റൊരാൾ മറു ടീമിൻ്റെ വശത്തുമായിരിക്കും. അവർ പറയും ഇറ്റലി ജയിക്കും അല്ലെങ്കിൽ ബ്രസീൽ ജയിക്കും. മനസ്സിലായോ? ഇതേപോലെ ഭാഗ്യസിനെ കുറിച്ച് ദൈവം പറയാണ്, ഇവൾ നിശ്ചിത സ്ഥാനത്തെത്തിയിരിക്കും, ഇവൾ വിരുദ് പ്രാപിച്ചിരിക്കും. പക്ഷേ മറുതലയിൽ പന്തയം വെച്ചിരിക്കുന്നവൻ പറയും, ഇവൾ നിശ്ചയ സ്ഥലത്തെത്തത്തില്ല, ഞാൻ പന്തയത്തിൽ ഇവളെ തോൽപ്പിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതേപോലെ 2 സ്ഥാനത്ത് ഒരു ചലഞ്ചിലാണ് നിന്റെ ഓട്ടം നിൽക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പിശാച് നിന്റെ ഓട്ടത്തിനിടയിൽ ചില ഹഡിൽസുകൾ വെച്ചിരിക്കുന്നത്. നിന്റെ ലക്ഷ്യം തെറ്റേണ്ടതിനായിട്ട്, നിന്റെ നോട്ടം ഹല്ലേലൂയ മുമ്പോട്ട് പോകുമ്പോൾ പണത്തിൻ്റെ ഞെരുക്കം കാരണം, നിന്റെ നോട്ടം ലോകത്തിൻ്റെ മോഹം കാരണം, ഹല്ലേലൂയ നിന്റെ നോട്ടം ജീവിതത്തിൻ്റെ ഹല്ലേലൂയ പ്രതികൂലം കാരണം ഒരു പക്ഷേ നോട്ടം തെറ്റി സൈഡിലോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. നിന്റെ ഓട്ടത്തിൽ ഇടറുവാൻ ചാൻസ് ഉണ്ട്. കാരണം പന്തയം വച്ചിരിക്കുകയാണ് ബ്രദറെ നിന്റെ ജീവിതത്തിൽ.
രണ്ട് വ്യക്തികൾ ചേർന്ന് പന്തയം വെച്ചിട്ട് പറയുകയാണ്. ഒരുവൻ വിളിച്ചു പറയുന്നു, ഞാൻ മുടക്കേണ്ട മുഴുവൻ മുടക്കിയിട്ടുണ്ട്, ഞാൻ വിശ്വാസത്തിന്റെ നായകനാണ്, ഞാൻ ഇവനെ പൂർത്തീകരണത്തിൽ എത്തിക്കും. മറുഭാഗത്ത് ഹല്ലേലൂയ പിശാച് പറയുന്നു, ഇല്ല, ഇവനെ ഞാൻ ഒരിക്കലും അങ്ങ് എത്തിക്കത്തില്ല. ഇന്ന് സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ഹല്ലേലൂയ അത് സത്യമാണെന്നും ഈ ഹല്ലേലൂയ മൈക്ക് പിടിച്ച് ബൈബിളിന്റെ മുമ്പിൽ ഞാൻ ഉറപ്പായി പറയുന്നു. യെസ്, ഹല്ലേലൂയ, നിന്റെ ഓട്ടം നീ സ്ഥിരതയോടെ ഓടുന്നത്, അത് ഹല്ലേലൂയ നിന്റെ ഓട്ടത്തിൽ നിന്നെ സ്വർഗത്തിൽ എത്തിക്കേണ്ടത് വിശ്വാസ നായകന്റെ ആവശ്യമാണ്. പക്ഷേ നിന്റെ വഴി തെറ്റിക്കുവാനായിട്ട് ഒരുപാട് ആകർഷണ ശക്തിയോടുകൂടെ ഒരുപാട് വിഷയങ്ങൾ നിന്റെ മുമ്പിൽ വാരി വിതറിക്കൊണ്ട് ഒരു പിശാച് മാറി നിൽപ്പുണ്ട്. പക്ഷേ അതിനെ ഓവർകം ചെയ്യുന്നതാണ് അവൻ്റെ ആത്മാവ്. അവൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ അല്ലാതെ, അവൻ്റെ ആത്മാവിൻ്റെ ബലത്താൽ അല്ലാതെ നിനക്ക് ഈ ഹഡിൽസിനെ ജയിക്കാൻ കഴിയത്തില്ല. എത്ര പേർ ഈ അഭിഷേകത്തിൽ ഈ ദിവസം അതിനെ സ്വീകരിക്കാൻ തയ്യാറാകും? ഓ ഹല്ലേലൂയ, നിന്നെ വിളിച്ചത് ഈ ലോകത്തിൽ ജോലി ചെയ്ത് സമ്പത്തുണ്ടാക്കാനല്ല. നിന്നെ വിളിച്ചവനും ഹല്ലേലൂയ നിന്നെ അമ്മയുടെ ഉദരത്തിലാക്കിയവനും നിന്നെ ഈ ലോകത്തിലാക്കിയവനും പറയുന്നു, നിനക്കൊരു നിത്യജീവൻ, നിനക്കൊരു സ്വർഗരാജ്യം ഞാൻ പ്രദാനം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ കഴിയുന്നവർ, നിനക്കൊരു ഓട്ടമുണ്ട് പ്രിയരെ. നിന്റെ ഓട്ടം സ്വർഗത്തിന്റെ വാതിൽ നോക്കിയാണ്. നിന്റെ ഓട്ടം ഹല്ലേലൂയ യേശു നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത് നോക്കിയാണ്. എത്ര പേർ അത് സ്വീകരിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ തയ്യാറാകും? ഹല്ലേലൂയ. എത്ര പറയും, ഞാൻ ലക്ഷ്യം മാറി ഓടാൻ തയ്യാറല്ല, ഞാൻ ലൈൻ തെറ്റി ഓടാൻ തയ്യാറല്ല. ഇന്ന് ഞാൻ പാടുപെട്ട് ഈ ആരാധനയ്ക്ക് വന്നത് സ്വർഗരാജ്യത്തിലെത്തുവാൻ വേണ്ടിയാണ്. ഓ ഹല്ലേലൂയ, ഇതിനിടയ്ക്ക് വരുന്ന വിഷയങ്ങൾ, പ്രതികൂലങ്ങൾ എനിക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞവൻ, എൻ്റെ ഭാരത്തെ നാൾ തോറും ചുമക്കാമെന്ന് പറഞ്ഞവൻ, എനിക്ക് വേണ്ടി വഴി തുറക്കാമെന്ന് പറഞ്ഞവൻ, അവൻ നിശ്ചയമായും കരുതുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ ആ കരമടിച്ചൊന്ന് സ്വീകരിച്ചേ. നിന്റെ പന്തയത്തിൽ ഒരിക്കലും യേശു തോറ്റുപോകത്തില്ല. അവൻ തന്നെയാണ് ജയാളി, അവൻ തന്നെയാണ് ജയാളി. അവൻ പറയുന്നു, യേശുവിനെ നോക്കിയാൽ അവൻ പറയുന്നു, നിന്റെ ഈ നമ്മുടെ ഓട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷയമുണ്ടാക്കുന്നത് ഫൈനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം, നമ്മുടെ വീട്ടിലെ അസ്വസ്ഥതകളായിരിക്കാം. ഹല്ലേലൂയ, ഇതിനെല്ലാം നോക്കിയിട്ട് യേശു പറയുന്നുണ്ട്, പേടിക്കേണ്ട, ഞാനിതിനെ ജയിച്ചിട്ടുണ്ട്, ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടിക്കോ. ഹല്ലേലൂയ, അതിന് ചുറ്റും ഒരു കൂട്ടം വിശ്വാസ വീരന്മാർ നിൽപ്പുണ്ട്. അവർ പറയുന്നു, ഞാൻ ഓട്ടം തികച്ചവനാണ്. ഹല്ലേലൂയ, മോശ പറയുന്നു, അബ്രഹാം പറയുന്നു, ദാവീദ് പറയുന്നു, ദാനിയേൽ പറയുന്നു, ഹല്ലേലൂയ, അപ്പോസ്തലന്മാർ പറയുന്നു. അവർ നിങ്ങളെ കരമടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്, ഓടി ജയിക്കുക, വിരുദ് പ്രാപിക്കുക. ഇന്ന് വേറെ ആരിലുമല്ല നിന്റെ ഓട്ടം നിൽക്കുന്നത്. ഓട്ടം സ്ഥിരതയോടോടുക. അത് മഴ വന്നാൽ പ്രശ്നമില്ല, അത് ഹല്ലേലൂയ വണ്ടി കിട്ടിയില്ല പ്രശ്നമില്ല. നിന്റെ ഓട്ടം ഏത് വിധേനയും നീ സ്ഥിരതയോടാൻ തയ്യാറാകും. ആരാധന സമയത്ത് പാർട്ടി വന്നിട്ടില്ലേ ബ്രദറെ? ആരാധന സമയത്ത് ജോലി തിരക്ക് വന്നിട്ടില്ലേ? ആരാധന സമയത്ത് ഓവർ ടൈം വന്നിട്ടില്ലേ? ഇന്ന് പകൽ പറയും, ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. എൻ്റെ ഓട്ടം അത് സ്ഥിരതയോടാണ് ഓടുന്നത്. യേസ്, ഓട്ടത്തിന് വഴിമാറുവാൻ ഞാൻ തയ്യാറല്ല. കാരണം ഈ ലോകത്തിൽ ഞാൻ ഇതെല്ലാം ചെയ്തിട്ടും വൃഥാവായി ആ രാജ്യത്തിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ, നിത്യജീവനിൽ കടക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെയെല്ലാം വൃഥാവാണ്. അതുകൊണ്ട് എത്ര പേർ പറയും, എൻ്റെ ഓട്ടം സ്ഥിരതയാണ്, ഇതിനെ വേറെ ആർക്കും മറയ്ക്കുവാൻ കഴിയത്തില്ല. കുടുംബ പ്രശ്നമോ കടബാധ്യതകളോ ഞെരുക്കങ്ങളോ ഒന്നും എന്നെ തൊടാൻ കഴിയത്തില്ല. കാരണം ഇതിനെല്ലാം ജയിച്ചവൻ എൻ്റെ ഉള്ളിൽ ഉണ്ട്. അവൻ്റെ ആത്മാവാണ് എന്നെ ഓട്ടത്തിലേക്ക് നടത്തുന്നത്. അന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ പ്രിയരെ. ഹല്ലേലൂയ. എങ്കിൽ ഈ പന്തയം വെപ്പിൽ, ഈ ചലഞ്ചിൽ ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ ഓടി എത്തും. ഹല്ലേലൂയ. അനേക വിശ്വാസ വീരന്മാരുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. ക്രിസ്ത്യ ജീവിതം കളിയല്ല. ഹല്ലേലൂയ. ഈ പദമാണ് എന്നെ ഈ വിഷയം എടുപ്പിക്കാൻ തയ്യാറായത്. 2 തിമോത്തിയോസ്, ഒരോട്ടം ജയിച്ച വ്യക്തിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 4-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളിലേക്ക്. ഹല്ലേലൂയ. ഞാൻ നല്ല പോർ പൊരുതു. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. വായിച്ചോ. അത് നീതിയുള്ള
ന്യായാധിപതിയായ കർത്താവ് അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഹല്ലേലൂയ. പ്രിയം വെച്ചവർക്ക് ഏവർക്കും അവൻ ഈ കിരീടം കൊടുക്കുമെന്നാ പറഞ്ഞത്. ഒന്ന് കരമുയർത്തി നന്ദി പറഞ്ഞാട്ടെ. എങ്കിൽ ഞാൻ ഈ ഹോളിൽ വില കൊടുത്തു വന്നത് വെറുതെ അല്ല. പിശാചേ, നിനക്ക് എന്റെ വഴിയെ തടയാൻ കഴിയത്തില്ലെന്ന് പറയുന്നവർ ഒന്ന് കരമുയർത്തി നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എനിക്ക് മുമ്പിൽ അനേക വിശ്വാസ വീരന്മാർ ഈ ഓട്ടം തികച്ചിട്ട് പറയുന്നു. അതിലൊരുവൻ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയാണ്, ഞാൻ ഈ ഓട്ടം തികച്ചിട്ടുണ്ട്, ഞാൻ വിശ്വാസം കാത്തിട്ടുണ്ട്, ഞാൻ നല്ല പോർ പൊരുതിയിട്ടുണ്ട്, ഇനി എനിക്കായി ജീവന്റെ കിരീടം വെച്ചിരിക്കുകയാണ് അവൻ. ആ നാളിൽ അത് എന്നെ അവൻ ധരിപ്പിക്കും. പൗലോസേ, എന്താ ഇത് എഴുതാൻ കാരണം? പൗലോസ് പറഞ്ഞു, എനിക്ക് പിറകിൽ കുറെ ആൾക്കാർ വരുന്നുണ്ട്, അവരും എന്നെ പോലെ ആ നാളിൽ ആ കിരീടം ധരിക്കണം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് ഒരു വിളി നീ കേൾക്കാൻ തയ്യാറാകുക. യേശു നിന്റെ ഓട്ടത്തിൽ നിന്നെ ഇന്ന് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകുകയാണ്. എവിടെയും ട്രാക്ക് തെറ്റിയാണോ നിൽക്കുന്നത്? ഇന്ന് ഹല്ലേലൂയ ഈ സഭാരാധനയിൽ ദൈവം നിന്നെ തട്ടാൻ പോകുകയാണ്. ഹല്ലേലൂയ. നമുക്ക് അതെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഹല്ലേലൂയ. ഏലിയാവ് പറഞ്ഞു, മതി യഹോവേ. ചൂരച്ചെടിയുടെ കീഴിൽ അവൻ വിളിച്ചു പറയാണ്, മതി, ജീവിതം മടുത്തു, എൻ്റെ ജീവനെ എടുക്കണമെന്ന് പറയുമ്പോൾ ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇട്ടിട്ട് പറഞ്ഞു, ഇനിയും നിനക്ക് ഓടുവാനുണ്ട്. ഹല്ലേലൂയ. രഥത്തിന് മുന്നാലെ അവനെ ഓടിച്ച ഒരു ശക്തിയുണ്ട്. ഇന്ന് നിന്നെ വീഴ്ത്തുവാൻ നോക്കുന്ന വിഷയങ്ങളുടെ മുകളിലേക്ക് ദൂതൻ ഇറങ്ങിയിട്ട് തട്ടി ഉണർത്തിയിട്ട് പറയുന്നു, ഇനിയും ദൂരം ഓടാനുണ്ട്. ഹല്ലേലൂയ. ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം ഈ സഭാരാധനയിൽ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച എനിക്കറിയാം. ഓട്ടം സകളിങ്ങായി മാറത്തില്ല പ്രിയരെ. ഓട്ടത്തിൽ നീ സ്ഥിരതയോടെ ഓടാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ദൂതൻ നിന്നെ ബലപ്പെടുത്താൻ ഇതിനകത്ത് ഇറങ്ങി വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ചൊന്ന് നന്ദി പറഞ്ഞ്. ദൂതന്മാർ ഇന്ന് ഇതിനകത്ത് പാളയം ഇറങ്ങുന്നുണ്ട്. ഏലിയാവിനെ അവൻ്റെ ഓട്ടം തികയ്ക്കുവാനായിട്ട് ദൂതൻ സപ്പോർട്ട് ചെയ്തതുപോലെ ചിലവർക്ക് വേണ്ടി ഇന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവൻ ദൂതന്മാരെ നിനക്കായി കാവൽ തരുന്നു. കർത്താവ് അത് ചെയ്യുക. ഹല്ലേലൂയ. കാരണം വില കൊടുത്ത കാൽവരിയിൽ നിന്നെ നേടിയവൻ ഹല്ലേലൂയ വഴിയിൽ വിടുവാൻ തയ്യാറല്ല. മുറിവുണ്ടെങ്കിൽ മുറിവ് വെച്ച് കെട്ടി നിന്നെ ഓട്ടം തികയ്ക്കാൻ അവൻ തയ്യാറാകുന്നു. കാരണം എന്താണെന്നറിയോ? അവസാനത്തുള്ളി രക്തവും തന്നിട്ട് ഹല്ലേലൂയ ഒരു സ്ഥലത്ത് ഇട്ട് കളയാൻ ഈ പിതാവ് തയ്യാറല്ല. അവൻ പറയുന്നു, പൂർത്തീകരിക്കുന്നവൻ ഞാനാണ്. ദൈവശക്തിനകത്ത് മൂവ് ചെയ്യുന്നു. എനിക്ക് വ്യക്തമായി അറിയാം, ദൈവശക്തിനകത്ത് മൂവ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഓട്ടം തികച്ച ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടു, പൗലോസിനെ കുറിച്ച് കേൾക്കുകയാണ്. ഈ ഭാഗം ഇവിടെ നിർത്തിയിട്ട് എബ്രായ ലേഖനം 12:3 വാക്യം ഹല്ലേലൂയ POC 2-3 കൂടെ ഒന്ന് വായിക്കണം. ഹല്ലേലൂയ. വേഗത്തിൽ ഈ ഭാഗം കളയരുതേ. പൗലോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോയി. ഇന്നത്തെ വിഷയം പൗലോസാണ്. ഹല്ലേലൂയ. യേശു ഓട്ടം തികച്ചിട്ട് ഒരുവനെ കൂടെ വിളിച്ചു, അവനും ഓട്ടം തികച്ചതായി എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഹല്ലേലൂയ. 2-3 എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ. ഇവിടെ ഇച്ചിരി വ്യത്യാസമുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനും എന്ന് പറഞ്ഞാൽ നിന്നെ യേശുവിനോട് ചേർന്ന് നിന്നാൽ അവൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കും. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഈ ലോകത്തിൽ എന്തെല്ലാം കഷ്ടങ്ങളുണ്ടെങ്കിലും അവൻ പറയുന്നു, ചേർന്ന് നിന്നോ, ഞാൻ പൂർത്തീകരിക്കുന്നവനാ. താഴോട്ട് വായിച്ചോ. യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. ട്രാൻസ്ലേഷൻ നോക്കിയാൽ അവനൊരു സന്തോഷം അവിടെ വെച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇന്ന് ഈ ലോകത്തിൽ നമുക്കറിയാം, ഒരു വശത്തല്ലെങ്കിൽ മറുവശത്ത് നമ്മൾ ഭയങ്കരമായി പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്രിസ്തീയ ജീവിതം പരാജയമല്ലെന്ന് പറയാൻ കാരണം നിനക്ക് വേണ്ടി ഒരു നിത്യ സമാധാനം, ഒരു നിത്യ സന്തോഷം അവൻ നിത്യതയിൽ കരുതിയിട്ടുണ്ടെന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് കാണുന്ന
ഹല്ലേലൂയ, കോടികൾ സ്വത്തുള്ളവൻ പലവരും ഒരുപക്ഷെ ആ രാജ്യത്തിൽ എത്തപ്പെട്ടെന്നിരിക്കത്തില്ല. പക്ഷേ നിത്യ സമാധാനം കൊണ്ട് നിന്നെ നിറച്ച രക്ഷകൻ പറയുന്നു, നീ ആ രാജ്യത്തിൽ അവനോട് കൂടി ആയിരിക്കും. ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ കഴിയുന്നവർ. ഹല്ലേലൂയ. ആ ഇന്ന് കാണുന്ന ഈ ചെറിയ ദുഃഖവും ചെറിയ സങ്കടങ്ങളും നിങ്ങൾ മറന്നു കളഞ്ഞിട്ട് ദീർഘമായ ഒരു സന്തോഷത്തിലേക്ക് ഓടുവാൻ തയ്യാറാകുക. അവൻ നിനക്ക് ജയം തരാൻ തയ്യാറാകും. ഹല്ലേലൂയ. സന്തോഷിക്കാൻ പറ്റുമോ സിസ്റ്ററെ? കാരണം ഈ രാജ്യത്തിൽ നമ്മൾ ഹല്ലേലൂയ, ഈ കാണുന്ന ലോകം എൻ്റെ വാസമുള്ള രോഗമല്ല. ഞാൻ നിത്യ രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് ഉള്ളവനാണ്. ഹല്ലേലൂയ. സ്വർഗരാജ്യമാണ് എൻ്റെ ദേശം. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പരദേശിയായിട്ടാണ് നിൽക്കുന്നത്. ഈ ലോകത്തിൽ എത്രയെല്ലാം കഷ്ടമുണ്ടെങ്കിലും എനിക്ക് വേണ്ടി ഒരു സിറ്റിസൺഷിപ്പ് ഒരുക്കിക്കൊണ്ട് ഹല്ലേലൂയ അവൻ ബിരുദനായി എന്നെ വിളിച്ചിരിക്കുന്നു. നന്ദി പറയാൻ പറ്റുമോ? താഴോട്ട് വായിച്ചാട്ടെ സിസ്റ്ററെ. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ. ഹല്ലേലൂയ. ഇവിടെ ആദ്യം നാം കണ്ടു ഹല്ലേലൂയ ഭാരം വരും. ഭാരം മാരത്തോണിൽ ഏറ്റവും ചുരുക്കിയാണ് ഓടുന്നത്. രണ്ടാമത് പാപം. അതെ, യേശുവിനെ നോക്കുക, യേശുവിനോട് ചേരുക. അവൻ ഹല്ലേലൂയ പാപത്തെ ജയിച്ചതുകൊണ്ട് അവൻ്റെ ആത്മാവ് നിന്നെ നിത്യനീതിയിലേക്ക് നടത്താൻ തയ്യാറാകും. മൂന്നാമത്തത് അപമാനം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം അവൻ നിത്യ സന്തോഷം കണ്ടിട്ട് ഈ അപമാനത്തെ അവൻ അലക്ഷ്യമാക്കി കളഞ്ഞു. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപക്ഷെ നിന്റെ കൂടെ നിൽക്കുന്നവർ, നിന്റെ കൂടെ കൈ തന്നവർ ഒരുപക്ഷെ നിന്നെ അപമാനിക്കാൻ തയ്യാറായിരിക്കാം, നിന്നെ ഒരുപാട് തെള്ളിപ്പറയാൻ തയ്യാറായിരിക്കാം. പക്ഷേ ആ അപമാനത്തിൽ നീ തളരാതെ നിത്യ സന്തോഷം മുമ്പിൽ കാണാൻ തയ്യാറാകുക. എവിടെയാണ് നാം തളർന്നു പോകുന്നതെന്ന് അറിയാമോ? പിശാച് ട്രിക്കിയാണ്. അവൻ പറയുന്നു, അപമാനിക്കാൻ തയ്യാറുണ്ട്. പലരിലൂടെ ഹല്ലേലൂയ നിന്നെ അപമാനിക്കാൻ തയ്യാറാകും. പക്ഷേ അപമാനം അലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു നിത്യജീവൻ എനിക്ക് വേണ്ടി പ്രദാനം ചെയ്തു എന്ന് പറഞ്ഞ് എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി ഓടുവാനായിട്ട് അപമാനത്തെ തുടച്ചു കളഞ്ഞുകൊണ്ട്, വിയർപ്പ് തുടയ്ക്കുന്നത് പോലെ ഇതെൻ്റെ ജീവിതത്തിൽ അതെ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് ഓടാൻ തയ്യാറാകുക. പറ്റുമോ വെറുതെ? ഈ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ അയലക്കാർ കുറ്റം പറഞ്ഞില്ലേ? അപമാനം പറഞ്ഞില്ലേ? എന്തോ കണ്ടോണ്ടായി ഇറങ്ങിയെന്ന് പറഞ്ഞില്ലേ? പക്ഷേ അതൊന്നും സാരമില്ല. എൻ്റെ നാഥൻ അവിടെ നോക്കി നിൽക്കുകയാ. ഹല്ലേലൂയ. ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. ഇത് ബാധിച്ചാൽ നീ ക്ഷീണിക്കാൻ തയ്യാറാകും. മനസ്സിലായോ? എനിക്ക് വേണ്ടി ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഞാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇതിനകത്ത് നീ ഏകനായി വന്നു. ഏകനായാണ് നിന്റെ ഓട്ടം. ഉറപ്പിക്കാൻ പറ്റുമോ? നീ അമ്മയുടെ ഉദരത്തിൽ വന്നത് ഏകനായിട്ടാണ്. ആ ഏകനായാണ് തിരിച്ചു മടങ്ങുന്നത്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നവർ, ഹല്ലേലൂയ, ഓട്ടം തികയ്ക്കുന്നവർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് തട്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. ഓടിക്കോ. ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ സാരമാക്കല്ലേ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമാക്കല്ലേ, ഈ ലോകത്തിലെ പ്രതികൂലങ്ങൾ സാരമാക്കല്ലേ. നിനക്ക് വേണ്ടി ഒരു നിത്യ തേജസ്സിന്റെ ഘനമുണ്ട്. ഒരു നിത്യ തേജസ് നിനക്ക് വേണ്ടിയുണ്ട്. ഒരു മഹത്വത്തിന്റെ വാടാത്ത കിരീടം നിന്നെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ വാക്യം ഈ സാധാരണ നമ്മുടെ കറുത്ത ബൈബിൾ വായിച്ചാൽ സിസ്റ്ററെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ഓ ഹല്ലേലൂയ. എങ്ങനെ നിങ്ങൾ ക്ഷീണിച്ചു പോകാതിരിക്കുവാനായിട്ട്? ഹല്ലേലൂയ. അവൻ ദൈവമാണോ എന്ന് പറഞ്ഞ് ആ ക്രൂശിൽ പോലും അവനെ വെറുതെ വിടാതെ അവനെ തകർക്കാൻ നോക്കിയിട്ട് അവൻ പറയുന്നു, ഞാൻ ഒരുപാട് പാപികളിൽ നിന്ന് എതിർപ്പ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ അവനെ നീ ധ്യാനിക്കാൻ തയ്യാറാണെങ്കിൽ നീ നിഷ്പ്രയാസം ഈ ഓട്ടത്തിൽ ഓടാൻ തുടങ്ങും. കാരണം നിനക്ക് ക്ഷീണമേൽക്കത്തില്ല. കാരണം യേശുവിൽ ഇങ്ങനൊരു വേടുണ്ട്, അവനെ കാത്തിരുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ തയ്യാറാകും. ആരാണ് യേശുവിനെ കാത്തിരുന്നവർ? അവരുടെ മേളിൽ ചില ഉയർച്ചകൾ വ്യാപരിക്കുന്നുണ്ട്. അവരെ ഉയരം വേറെ ആർക്കും എഴുതാൻ പറ്റത്തില്ല. കാരണം കഴുകന്റെ ഉയരം ഇന്ന് വരെയും ഒരു വ്യക്തിക്ക് അളക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നത് വ്യാപരിക്കുന്നുണ്ട്. നിന്നെ ക്ഷീണിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്നാ പറഞ്ഞത്. നീ അവനാണ് വേണ്ടിയാണ് നിൽക്കുന്നത്. നിന്റെ സാഹചര്യങ്ങൾ അത് മാറുമെന്നുള്ളത് നിശ്ചയമാണ്.
കർത്താവിന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ നന്ദി പറഞ്ഞോ. എങ്കിൽ ഹല്ലേലൂയ, ഇതേപോലെ പൂർത്തീകരിച്ച ഒരു അപ്പോസ്തലനിലേക്ക് നമ്മൾ ഓടിക്കയറുകയാണ്. ഹല്ലേലൂയ, തിമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് ഓടി വന്നേ. ഹല്ലേലൂയ, തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, എൻ്റെ ഓട്ടം ഞാൻ തികച്ചിട്ടുണ്ട്, ഞാൻ നല്ല പോർ പൊരുതി, വിശ്വാസം കാത്തു, ഇനി വാടാത്ത കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. സൗരി കേട്ടോ, ഇത് നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ മെസ്സേജിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവർക്ക് ഓട്ടം സ്ഥിരതയായി മാറാൻ പോകുകയാണ്. എങ്കിൽ വേഗത്തിൽ ഹല്ലേലൂയ തിമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് വന്നാട്ടെ. ഹല്ലേലൂയ. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. ഓ ഹല്ലേലൂയ. പൗലോസേ, അങ്ങത് പറയാൻ കാരണം എന്താ? അങ്ങേക്ക് ക്രിസ്ത്യ ജീവിതം വളരെ ഈസി ആയിരുന്നു. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, കപ്പലുടമയായവൻ ഈ ഹല്ലേലൂയ ഇപ്പോൾ ആയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവൻ തീരുമാനം എടുത്താൽ എല്ലാവർക്കും അങ്ങനെ അല്ല കേട്ടോ പ്രിയരെ. ഹല്ലേലൂയ, ഇത് ഉദ്ധരിച്ച് പലരും പ്രസംഗിക്കുന്നുണ്ട് ക്രിസ്ത്യ ജീവിതം കഷ്ടമാണെന്ന്. അങ്ങനെയല്ല, അവൻ തിരഞ്ഞെടുത്ത മാർഗമാണത്. ഹല്ലേലൂയ, സമ്പത്ത് അവന് വേസ്റ്റായിട്ട് അവൻ തോന്നി, അവന് ഡിഗ്രി വേസ്റ്റായിട്ട് തോന്നി. അവൻ പറഞ്ഞു, ബാക്കിയെല്ലാം ചപ്പ്. എൻ്റെ വിഷയത്തിലോട്ട് ഞാൻ കയറി വരികയാണ്. ബാക്കി ഈ കണ്ട ഓട്ടക്കളത്തിൽ എൻ്റെ ലക്ഷ്യസ്ഥാനത്തിന് ബാക്കിയെല്ലാം ചവറും ചപ്പും എന്ന് അവൻ എണ്ണി. എങ്കിൽ പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, എൻ്റെ കൂടെ ഓടാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നോ, പക്ഷെ പലരെയും ഞാൻ വഴിയാത്രയിൽ കണ്ടില്ല. കാരണം എന്താ പറയുക, എൻ്റെ 10 വാക്യം ഒന്ന് വായിച്ച സിസ്റ്റേ. ഈ ലേഖനം ഭയങ്കര ലേഖനമാണ്. ഹല്ലേലൂയ. 10 വാക്യം. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് പൗലോസിനോട് ശുശ്രൂഷിക്കാൻ ഇറങ്ങിയ ആളാണ്. പക്ഷെ ദേമാസ് ഈ ലോകത്തിൻ്റെ വായിച്ചേ, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ഈ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് വഴിയാത്രയിൽ ഹഡിൽസുകൾ തെറ്റിയവൻ പുറത്തുപോയി. ഹല്ലേലൂയ. അവൻ വേറെ എങ്ങോട്ടോ അവൻ്റെ ട്രാക്ക് തെറ്റി. ഹല്ലേലൂയ. കൂടെ ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിയ ദേമാസ് അവൻ്റെ ജീവിതം തെറ്റിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അടുത്ത വാക്യം. ഹല്ലേലൂയ. ക്രേസ്കേസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്യയ്ക്കും പോയി. ഹല്ലേലൂയ. കൂടെ നിന്നവർ എല്ലാം ഓട്ടത്തിൽ ലക്ഷ്യസ്ഥാനങ്ങൾ മാറാൻ തുടങ്ങിയപ്പോൾ പൗലോസ് പറഞ്ഞു, ഇല്ല, ഓട്ടം തികയ്ക്കാനാണ് അവൻ എന്നെ വിളിച്ചത്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോരുത്തരോടും പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരെ നോക്കി ഓടാൻ തയ്യാറാകരുത്. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിൽ ഒരുത്തൻ മാത്രമാണ് നിൽക്കുന്നത്. അവനെ നോക്കിയാൽ നിന്റെ ഓട്ടം നീയും തികയ്ക്കാൻ തയ്യാറാകും. കാരണം ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യാൻ വന്ന ദേമാസ് ലോകത്തിൻ്റെ മോഹത്താൽ വീണുപോയി. അതിൻ്റെ 14 വാക്യം. പൗലോസ് തൻ്റെ ജീവിതത്തിൽ നേരിട്ട കാര്യങ്ങളാണ്. ശുശ്രൂഷയ്ക്ക് താങ്ങാൻ നിന്ന ദേമാസിനെ കാണുന്നില്ല എങ്ങോട്ട് പോയെന്ന്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ഓ ഇതൊന്നും അല്ല സത്യം, വേറെ എന്തോ എന്ന് പറഞ്ഞ് ദേമാസ് വഴിവിട്ടു താഴോട്ട്. അതിൻ്റെ 14 വാക്യം. പൗലോസ് നേരിട്ട കാര്യങ്ങളാണ് ഞാൻ തൊടുന്നത്. വായിച്ചാട്ടെ. ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. പൗലോസിന്റെ ജീവിതത്തിനിടയിൽ ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ അവൻ്റെ ജീവിതത്തിൽ വളരെ ദോഷം ചെയ്തു. നമ്മളാണെങ്കിൽ ഹല്ലേലൂയ ഇവിടെ ട്രാക്ക് തെറ്റും, അവനൊരടിയെങ്കിലും കൊടുക്കാൻ നോക്കും. ട്രാക്ക് തെറ്റാതെ അവൻ്റെ ആത്മാവ് നിന്നെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ കർത്താവിന് നന്ദി പറയാൻ തയ്യാറാകും? ദൈവം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് ഇതൊന്നും ഒരു കോപ്പിയടി മെസ്സേജുകളല്ല പ്രിയരെ. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ദിവസങ്ങളാണിത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നാം ഹല്ലേലൂയ കൂട്ടമായി വീണ്ടും ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ കൂടുതൽ സമയം ഉപവാസവും പ്രാർത്ഥനയുമായി ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നു, ഹല്ലേലൂയ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും നിന്റെ മുമ്പിലുണ്ട്. ഈ അപമാനം അലക്ഷ്യമാക്കി മുമ്പോട്ടോടാൻ തയ്യാറാക്കുക. ഒട്ടും അഭിഷേകം കുറയാതാ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. എങ്കിൽ പൗലോസിൻ്റെ വിഷയത്തിനകത്ത് നാം കയറി വരികയാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസിനെ നന്നായി ഉപദ്രവിച്ച ആൾക്കാരിനകത്തുണ്ടായിരുന്നു, നന്നായി കഷ്ടത്തിലാക്കിയ ആൾക്കാരുണ്ടായിരുന്നു, പൗലോസിനെ പറ്റിച്ച ആൾക്കാരുണ്ടായിരുന്നു, ഹല്ലേലൂയ, ലോകസുഖം തേടിപ്പോയ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ജീവിതയാത്രയിൽ ഇതൊന്നും വിഷയമായി തനിക്ക് തോന്നിയില്ല. അവൻ പറഞ്ഞു, ലക്ഷ്യസ്ഥാനം തെറ്റാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് അവസാന ലേഖനത്തിൽ അവൻ എഴുതിയത്, ഹല്ലേലൂയ, എൻ്റെ ഓട്ടം അഭിമാനത്തോടെ പറയാൻ കഴിയും, ഞാൻ ഈ ഓട്ടം തികച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയരെ,
ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ രണ്ടാം വരവാണെങ്കിൽ ആത്മാവ് നിന്നോട് ചോദിക്കുന്നു, നിന്റെ ഓട്ടം നീ തികയ്ക്കാൻ തയ്യാറായിട്ടാണോ നിൽക്കുന്നത്? ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതം, ഇന്ന് രാത്രിയിൽ അവൻ വന്നാൽ ഹല്ലേലൂയ, ഈ ലോകത്തിലെ പ്രശ്നങ്ങൾക്കപ്പുറത്തായി നീ എടുക്കപ്പെടാൻ തയ്യാറായാണോ നിൽക്കുന്നത്? ഇന്ന് രാത്രിയിൽ ആത്മാവ് വിളിച്ചു ചോദിക്കുന്നു, നീ ഓട്ടം കറക്റ്റ് ട്രാക്കിലാണോ ഓടുന്നത്? തയ്യാറാകുക പ്രിയരെ, ലക്ഷ്യസ്ഥാനം തെറ്റാൻ തയ്യാറാകരുത്. നിനക്ക് വിരുദായി അവൻ നിൽക്കുകയാണ്. ഏത് സമയവും ഒരു കള്ളനെ പോലെ അവൻ വരുവാൻ. ഇത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇതൊരു അന്ത്യകാലമാണെന്ന്? ഈ എൻ ടൈമിൽ നാം നിൽക്കുമ്പോൾ പറയുന്നു, കള്ളനെ പോലെ ആ ദിവസം വരും. ഹല്ലേലൂയ, ഞാൻ വിശുദ്ധിയെ തികച്ച് പൂർണ്ണതയോടെ നിൽക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. തയ്യാറാകുക. ഹല്ലേലൂയ. ജീവിതം നിരപ്പാക്കാൻ തയ്യാറാക്കുക. ഇന്ന് രാത്രിയിൽ ഒരുപാട് കള്ള സഹോദരന്മാർ കാണാം, ഒരുപാട് കൂട്ടു സഹോദരന്മാർ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ പൗലോസിനെ പോലെ നീ പറയാൻ തയ്യാറാകണം, ഹല്ലേലൂയ, ഞാൻ എൻ്റെ ഓട്ടം തികച്ചാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഹോറാ ശതന മമമമസിയ ഉടമ മമമമ സന്ദരേ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവവചനം ഇതിനകത്ത് ഭയങ്കരമായ ശക്തിയോടെ വെളിപ്പെട്ടു വരുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ദേമാസ് തന്നെ തള്ളിക്കളഞ്ഞു പോയി, അലക്സാണ്ടർ തന്നെ ഉപദ്രവിച്ചു, എങ്കിലും വഴിതെറ്റാൻ തയ്യാറല്ല. ഇന്ന് എനിക്കൊരു വാടാത്ത കിരീടം ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു. ഹല്ലേലൂയ. എത്ര പേർ തയ്യാറാകും? കരമുയർത്തി, കർത്താവേ, ഈ സമയത്ത് ഞാൻ അങ്ങയുടെ ട്രാക്കിലേക്ക് മാറുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി എൻ്റെ കൂടെ ചേർന്ന് പറയാൻ കഴിയുമോ? അവൻ എന്നെ അനുഗ്രഹിച്ചാലും അനുഗ്രഹിച്ചില്ലെങ്കിലും ഞാൻ അവനെ വിടാൻ തയ്യാറല്ല. അവൻ എന്നെ വിഷയത്തിനകത്ത് വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഈ സത്യത്തിൽ നിന്ന് മാറാൻ ഞാൻ തയ്യാറല്ല. കാരണം എനിക്കറിയാം എൻ്റെ യേശു എന്നെ കാത്തു നിൽക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശതര ബാബാബാബസിയാന്തരെ. ഈ ഭാഗം പൗലോസ് വീണ്ടും ഹല്ലേലൂയ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു. 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 24 25 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 24-25 വാക്യങ്ങളാ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു. കൂടെ ചിന്തിക്കണമേ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ, ഒന്നുകൂടെ വായിച്ചേ. എല്ലാവരും ഓടുന്നു എങ്കിലും, എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? അടുത്ത നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അടുത്ത വാക്യം. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടത്തിന് വേണ്ടിയാണ് അതേ വർജനം ആചരിക്കുന്നത്. അവർ പ്രാക്ടീസ് ചെയ്യുന്നത്, അവർ അതിനുവേണ്ടി ഉദ്ദേശത്തിൽ ഓടുന്നത്. പക്ഷേ നാമോ വാടാത്ത കിരീടത്തെ ലക്ഷ്യമാക്കി ഓടുന്നു. എത്ര പേർ കർത്താവിന് കരമുയർത്തി നന്ദി പറയും? ഈ ലോകത്തിൽ പ്രാക്ടീസ് ചെയ്ത് എന്തെങ്കിലും പ്രാപിക്കാമെന്ന് കരുതുന്നവൻ വാടുന്ന കിരീടത്തിന് വേണ്ടിയാണ്, നശിച്ചു പോകുന്ന കിരീടത്തിന് വേണ്ടിയാണ് അത്രയും സമയം പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ നാം വാടാത്ത കിരീടത്തിന് വേണ്ടി, നിത്യജീവന്റെ കിരീടത്തിന് വേണ്ടി ഓടുവാൻ തയ്യാറായി നിൽക്കുന്നു. എത്ര പേർ ഇന്ന് രാത്രി ഒന്ന് ഉറയ്ക്കാൻ തയ്യാറാകും? ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ നിനക്ക് സുഖമാണെന്നോ, നിനക്ക് ഹല്ലേലൂയ എല്ലാം ഹല്ലേലൂയ ഉണ്ടെന്നൊന്നും അല്ല പറയുന്നത്. നീ ഓട്ടത്തിൽ സ്ഥിരതയോടോടാൻ തയ്യാറാകുക. കാരണം ഈ 70-നും അപ്പുറത്ത് 80-നും അപ്പുറത്ത് നീ വന്നത് ഏകനാണെങ്കിൽ തിരിച്ചു പോകുന്നത് ഏകനായിട്ട്. ഈ ലോകത്തിലെ പണമോ ഈ ലോകത്തിലെ സുഖങ്ങളോ നീ തിരിച്ചു കൊണ്ടുപോകുന്നില്ല. അതേ ഏകനായി നീ അവന്റെ അടുക്കൽ പറ്റിച്ചേരും. അപ്പോൾ ഈ ലോകത്തിലെ പണം നിന്നെ തെള്ളി എന്ന് പറയരുത്. ഈ ലോകത്തിലെ സുഖം നിന്നെ തെള്ളി എന്ന് പറയരുത്. യെസ്, ഈ ലോകത്തിലെ കൂട്ടുകെട്ട് നിന്നെ തെള്ളി എന്ന് പറയരുത്. നിനക്ക് വേണ്ടി ലക്ഷ്യസ്ഥാനത്തോടുവാൻ തയ്യാറാക്കുക. കാരണം POCയിൽ ഇതൊന്നുകൂടെ ഇതിനകത്ത് നോക്കിയാൽ ഈ പരിവർത്തനം ഈ വർഷം വായിച്ചാൽ ഒരാൾ മാത്രമേ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോവും. എന്തിനാ ഓടുന്നത്? ഒരാൾക്ക് മാത്രമല്ലേ? അങ്ങനല്ല ഈ വർഷം ഓർശാനി കൊടുത്തേക്കുന്നത്. ഒന്ന് വായിച്ചേ. മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണ്. അത് സത്യമാണ്. എന്നാൽ അടുത്ത വാക്യം ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നു. ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ. ഹല്ലേലൂയ. ആകയാൽ കിടക്കുകയാണ്. ഇത് ആൾക്കാർ മറന്നുപോവുകയാണ്. ഒരാൾക്ക് മാത്രമേ ബിരുദം കിട്ടത്തുള്ളൂ, നമ്മളെല്ലാം മാറി നിൽക്കാം. അങ്ങനെയല്ല.
അത് നിനക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നിട്ട് പൗലോസ് പറയുകയാണ്, ആകയാൽ അതേപോലെ അല്ലെങ്കിൽ ഈ ഓട്ടത്തിന് നിൽക്കുന്ന ആരെങ്കിലും ചോദിച്ചാൽ അവർ പറയും, ഞാൻ തന്നെ ഇപ്രാവശ്യം 1ാം സ്ഥാനം നേടും. എല്ലാവരും ഒരു 10 പേര് നിരത്തി നിർത്തിയിരിക്കുക. ഈ 10 പേരും ഒരേപോലെ പറയുന്നത് ഇത് എനിക്കുള്ളതാണ്. ഇതേപോലെ പൗലോസ് പ്രോത്സാഹിപ്പിക്കുകയാണ്, നിങ്ങളെല്ലാവരും ബിരുദം പ്രാപിക്കാൻ നിൽക്കുന്നവരാണ്. തളർന്നു പോകരുതേ, ഹല്ലേലൂയ, തളർന്നു പോകരുതേ. ലക്ഷ്യസ്ഥാനത്ത് നോക്കി ഓടാൻ തയ്യാറാകുക. ഹല്ലേലൂയ, നമ്മളെല്ലാവരും ഒരേ ശക്തിയിൽ ഓടാൻ തയ്യാറാകുക. കാരണം ബിരുദം എല്ലാവർക്കുമായി അവൻ വെച്ചിരിക്കുന്നു. തയ്യാറാകുക, നല്ലവനെ അവൻ വിളിക്കാൻ തയ്യാറാകുന്നു. ആ വാക്യം ഒന്നുകൂടെ വായിച്ച സിസ്റ്റേ. മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാന അർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ. ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിന് വേണ്ടി ജോബി ബ്രദർ ഓടാൻ തയ്യാറാകുക. ഹല്ലേലൂയ, ശീബൻ ബ്രദർ സമ്മാനത്തിന് വേണ്ടി ഓടാൻ തയ്യാറാകുക. അങ്ങനെ വന്നാൽ ക്രിസ്ത്യ ജീവിതത്തിൽ അലസത വരത്തില്ല. നിന്റെ ഊർജം വർദ്ധിക്കുവാൻ തുടങ്ങും. നിന്റെ ഹല്ലേലൂയ ഓട്ടം സ്ഥിരതയായി മാറും. നിനക്ക് വേറെ ആരുമില്ല, സമ്മാന ലക്ഷ്യത്തിനായി നീ ഓടുന്നു. പിന്നെ നിന്നെ വിളിക്കേണ്ട ആവശ്യമില്ല ആരാധനയ്ക്ക് വരുമോന്ന്. മനസ്സിലായോ? നീ ലക്ഷ്യത്തിൽ സ്ഥാനത്തിലേക്കാണ് ഓടുന്നത്. പിന്നെ പ്രശ്നമല്ല നിനക്കൊന്നും. നീ അതിനു വേണ്ടി സ്റ്റെപ്പുകൾ വയ്ക്കും നിനക്ക് വേണ്ടി. കാരണം സഹായിക്കാൻ അവൻ്റെ ആത്മാവുണ്ട്. അവൻ്റെ ആത്മാവുണ്ട്. പഴയ നിയമത്തിൽ അബ്രഹാമില്ലാത്തൊരു ഹല്ലേലൂയ സ്ഥാനം നിനക്കുണ്ട്. അവൻ്റെ പുത്രത്തിൻ്റെ ആത്മാവ് നിന്നെ ഈ ഓട്ടക്കളത്തിൽ ജയിക്കാനായി സഹായിക്കുന്നുണ്ട്. ഒന്ന് നന്ദി പറഞ്ഞ പ്രിയരെ, നീ അടിമയല്ല, നീ പുത്രനാണ്. തയ്യാറാകുന്നു സൗകര്യം ഓടാൻ. ഈ രാജ്യത്തിലെ ഇന്ന് ജോലി പ്രശ്നം, നാളെ അത് മാറുന്നു. വീണ്ടും അലസനാകാനല്ല. ഹല്ലേലൂയ, വിടിവിച്ചാലും ഇല്ലേലും എൻ്റെ ലക്ഷ്യസ്ഥാനത്തിന് വേണ്ടി ഞാൻ ഓടാൻ തയ്യാറാകുന്നു. ഹല്ലേലൂയ, ഇതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. വിടിവിച്ചാലും ഇല്ലേലും എനിക്ക് വേണ്ടി ഒരു ബിരുദമുണ്ട്. അത് ഈ ലോകത്തിലെ സുഖമല്ല, ഒരു നിത്യ മഹത്വം എന്നെ കാത്തിരിക്കുന്നു. നന്ദി പറഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാകുമോ? ഇവർ രക്ഷിക്കപ്പെട്ടത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതുപോലെ അല്ലേ? ഇവർ സ്ഥാനപ്പെട്ടത് നിങ്ങൾ സ്ഥാനപ്പെട്ടതുപോലെ അല്ലേ? എന്നാ പിന്നെ എന്താ വീണുപോയത്? ഹല്ലേലൂയ, കർത്താവിൻ്റെ പ്രാർത്ഥന മുറിയിൽ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, അത് നിങ്ങളെ ഈ എക്സാമ്പിളിലൂടെ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഈ ഭാഗം പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരുന്നു. കർത്താവിനെ ഒരു വിചിത്രമായ കാര്യം കാണിച്ചു. ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ടതും വഴിയിൽ മാറിപ്പോയവനും ഒരേ തലത്തിൽ ഒരേ വെള്ളത്തിൽ സ്ഥാനപ്പെട്ടവരാണ്. ഹല്ലേലൂയ, കണ്ടാൽ ഒരേ രക്ഷ തന്നെ. അവനും യേശു മരിച്ചെന്നും ഉയർത്തെണീറ്റെന്നും വിശ്വസിച്ചു. അവൻ്റെ മേളിൽ പുത്രത്തിൻ്റെ ആത്മാവ് വന്നതാണ്. കണ്ടാൽ പുറമെ ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ എവിടെയോ ചില വ്യത്യാസങ്ങൾ സംഭവിക്കണമായിരുന്നു. കാരണം ആദ്യം പറഞ്ഞത് ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ ഈ ഭാരം അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറണമായിരുന്നു. പാപം അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറണമായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു, ഈ ഭാരത്തെ നീ ഉപേക്ഷിക്കാൻ തയ്യാറാകുക. ആകുലതയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുക. പാപത്തെ കുടഞ്ഞു കളയാൻ തയ്യാറാകുക. ഇതെന്നെ വളരെ വിചിത്രമായി പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, വളരെ ഹല്ലേലൂയ പ്രിപ്പയർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കൂടെ അതേ കസേരയിൽ ആരാധിച്ച പലരും ഇന്ന് ആരാധനയിലുണ്ടോ? ഹല്ലേലൂയ, ഇല്ല. ഇതേപോലെ 2 വ്യക്തികൾ ഒരുമിച്ച് രക്ഷിക്കപ്പെട്ടു. 2 വ്യക്തികളെ കണ്ടാൽ ഒരു രീതിയിലും മാറ്റമില്ല. അവർ ഒരുമിച്ച് ഏറ്റു പറഞ്ഞവരാണ്. ഹല്ലേലൂയ. ഈ കുപ്പികൾക്ക് പുറമെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടോ? ഒരേ ലെവലിലല്ലേ വെള്ളം ഇരിക്കുന്നത്? ഹല്ലേലൂയ. മുറുകെ പറ്റുന്ന ഓട്ടത്തിൻ്റെ ഇടയിൽ മുറുകെ പറ്റുന്ന ഭാരം വന്നു. ഇടയ്ക്ക് വീഴുന്നത് പോലെ തോന്നി. ഹല്ലേലൂയ. കുപ്പി ഹല്ലേലൂയ അപകടം വന്ന് വീഴുന്നത് പോലെ തോന്നി. അത് ഇനി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് തോന്നി. കുപ്പിക്ക് ആട്ടം തട്ടാൻ തുടങ്ങി. കുപ്പി മറിഞ്ഞു, കുപ്പി തിരിഞ്ഞു. ഇനി ഞാൻ പറയാം, ഇതിനകത്ത് ഞാൻ നിങ്ങളെ എക്സാമ്പിൾ വിളിച്ചു കാണിക്കുന്നത്. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകത്തിൽ 3 ചെറുപ്പക്കാർ വന്നു. അവർ പറഞ്ഞു, ഈ ദൈവം ഞങ്ങളെ ഈ തീയിൽ നിന്ന് വിടിവിച്ചാലും ഇല്ലേലും ഞങ്ങൾ ഈ ദൈവത്തെ തന്നെ സേവിക്കും. ഹല്ലേലൂയ. ഈ തീക്ക് ഞങ്ങളെ വിടിവിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഞങ്ങളെ വിടിവിക്കുന്നത് നിത്യ തേജസ്സിന്റെ ഘനമായ ഒരു ദൈവമുണ്ട്. രാജാവ് പറഞ്ഞു, 7 ഇരട്ടി വർദ്ധിപ്പിക്കുക തീ. അവർ പറഞ്ഞു, ഇനി എത്ര തീ വർദ്ധിപ്പിച്ചാലും ഒന്നും മാറാനില്ല. കാരണം ഹല്ലേലൂയ, ഈ കുപ്പി കീഴ്മേൽ മറിഞ്ഞാലും ഇതിങ്ങനെ തന്നെ ഇരിക്കും. മനസ്സിലായോ?
ഹല്ലേലൂയ. കാരണം ഇതിനകത്ത് പ്യുവർ വാട്ടറാണ് നിൽക്കുന്നത്. ഇവർ കണ്ട ദൈവം സത്യ ദൈവമാണ്. ഇവർ മനസ്സിലാക്കിയ ദൈവം സത്യ ദൈവമാണ്. ഇവർ മാറിയത് സത്യ ദൈവത്തെ കണ്ടാണ്. ഹല്ലേലൂയ. ഇത് കീഴ്മേൽ മറിഞ്ഞാലും കപ്പൽ ഛേദത്തിൽ വീണാലും ഈ എടുക്കാൻ സമയമില്ല പ്രിയരെ. പൗലോസിനോട് ചോദിച്ചാൽ അവൻ രാവുകൾ ഹല്ലേലൂയ ഇരുട്ടിൽ കടൽ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് നാളുകൾ പറഞ്ഞു. എന്താ അഭിഷക്തനെ, 3-ാം സ്വർഗത്തോളം നീ ആത്മാവിൽ പല പ്രാവശ്യം എടുക്കപ്പെട്ടവനല്ലേ? ദൈവം നിന്റെ കൂടെ ഇറങ്ങിയിട്ടില്ലേ? ദൈവത്താൽ നീ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടില്ലേ? വലിയ അത്ഭുതങ്ങൾ കണ്ടതല്ലേ? എന്താ ഈ ആപത്തിൽ ദൈവം നിന്നെ സഹായിക്കാത്തത്? ഇങ്ങനെ അനേകർ നിന്നെ നോക്കി പറയാൻ ചാൻസ് ഉണ്ട്, നിന്റെ ദൈവം എവിടെയാണെന്ന്. പക്ഷേ പൗലോസ് പറയുന്നു, അവൻ എന്റെ ഉപനിധി ആ നാൾ വരെയും കാപ്പാൻ അവൻ ശക്തനാണ്. ഭാരം വരാം, അപമാനം വരാം, പക്ഷേ കുപ്പി കീഴ്മേൽ മറിഞ്ഞാലും ഈ കുപ്പിയിൽ നിന്ന് ഒന്നും മാറാൻ തയ്യാറല്ല. എത്ര പേർ കർത്താവിന് നന്ദി പറയാൻ തയ്യാറാകും? കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് മുഴുവൻ മാറിപ്പോയി. ഹല്ലേലൂയ. പക്ഷേ ഞെരുക്കം വരാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ മാറാത്ത ചിലവരുണ്ട്. അവരുടെ ഉള്ളിൽ കുപ്പി മറിയാൻ തുടങ്ങുമ്പോൾ അകത്തട്ടിൽ കിടക്കുന്നത് ചിലത് പുറത്തോട്ട് വരാൻ തുടങ്ങും. അവർ പറയും, പഴയതായിരുന്നു നല്ലത്, പഴയതായിരുന്നു നല്ലത്, ഹല്ലേലൂയ പഴയ സുഖങ്ങളായിരുന്നു നല്ലത്. അകത്തട്ടിൽ അടിഞ്ഞു കിടക്കുന്ന ചിലത് സാഹചര്യങ്ങൾ അനുസരിച്ച് മറിയാൻ തുടങ്ങും. പക്ഷേ ഇന്ന് രാത്രിയിൽ പഴയത് മുഴുവൻ വിട്ടുകളഞ്ഞവൻ അവൻ ഇനി എന്തെല്ലാം മറിഞ്ഞാലും അവൻ പറയും, കരുതുന്ന ഒരു ദൈവമുണ്ട്, അവൻ്റെ ബലമുള്ള കൈക്കാണ് ഞാൻ താണിരിക്കുന്നത്. ഏത് സാഹചര്യം വന്നാലും അവൻ എൻ്റെ കൂടെ തീയിൽ 4-ാമനായി ഇറങ്ങുക തന്നെ ചെയ്യും. സിംഹക്കുഴിയിൽ സിംഹത്തിന്റെ വായടയ്ക്കുവാൻ അവൻ എനിക്ക് വെളിപ്പെടുക തന്നെ ചെയ്യും. ഓ, ഞാൻ കണ്ട ദൈവം ആപത്ത് ഘട്ടത്തിൽ മാറി നിന്ന് സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല. എൻ്റെ അഗ്നിയുടെ ശോധനയിൽ അവൻ എനിക്ക് കൂട്ടായ്മയായി നിൽക്കും. എത്ര പേർ കർത്താവിന് നന്ദി പറയാൻ തയ്യാറാകുക? ഇന്ന് പഴയത് കയറി വരുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് ആലോചന പറയുന്നു, ഇന്ന് നീ അതിനെ കുടയുന്ന ആ തീയിലേക്ക് കുടയുന്ന ദിവസമാണ്. നിന്റെ വിളി മാറാൻ പോകുക, നിന്റെ അവസ്ഥ മാറാൻ പോകുക. ഇന്ന് രാത്രി ആത്മാവ് പ്രവചിച്ച് പറയുന്നു, ഈ വചനത്തിനകത്ത് കൈക്കൊള്ളാൻ തയ്യാറാകുന്നവൻ ഈ കുപ്പി മറിയാൻ തുടങ്ങുമ്പോൾ വെളിപ്പെടുന്ന ചില ഹല്ലേലൂയ സംഘടനകളില്ലേ, ഈ കുപ്പി മറിയാൻ തുടങ്ങുമ്പോൾ വേദനയില്ലേ? ഒരുമിച്ച് ഒരു കസേലയിൽ ആരാധിച്ചു. ഇന്ന് അവൻ ഓസ്ട്രേലിയക്ക് പോയി. ഹല്ലേലൂയ, അവൻ അനുഗ്രഹിക്കപ്പെട്ടു. എൻ്റെ സ്ഥിതിക്ക് ഒരു മാറ്റവും ഇല്ല. പിറുപിറുകപ്പുകൾ മാറാൻ പോകുന്നു, സങ്കടം പറച്ചുകൾ മാറാൻ പോകുന്നു. അവൻ പറയും, വിടിവിച്ചാലും ഇല്ലേലും യെസ്, എനിക്കൊരു ലാക്കിലേക്കുള്ള ഓട്ടമുണ്ട്. എൻ്റെ വിരുദ്ധനായി എൻ്റെ ദൈവം എന്നെ നോക്കി നിൽക്കുന്നു. സ്വീകരിക്കാൻ കഴിയുന്നവർ കരമടിച്ച് സ്വീകരിച്ച് പാപങ്ങളെ കുടഞ്ഞു കളയുക യേശുവിന്റെ നാമത്തിൽ. വേദനകളെ കുടഞ്ഞു കളയുക യേശുവിന്റെ നാമത്തിൽ. എണീക്കാൻ തയ്യാറാകുക. ഓ, വലിയൊരു ദൂരം ഓടേണ്ടതുണ്ട് നിനക്ക്. ഏലിയാവേ, ചൂരച്ചെടിയിൽ താഴെ നിന്നെ ഇടുവാൻ അവൻ തയ്യാറല്ല. ദൂതൻ പറയുന്നു, നിനക്ക് രഥത്തിന് മുമ്പേ ഓടേണ്ടത് ആവശ്യമുണ്ട്. ദൈവം എന്നോട് തന്നെ പറഞ്ഞ വാക്യമാണിത്. നിന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. നിന്റെ കൂടെ നിന്നവർ എന്തോ പറഞ്ഞോട്ടെ, നിന്റെ കൂടെ നിന്നവർ എന്തോ കരുതിക്കോട്ടെ. ഈ കുപ്പി കീഴ്മേൽ മറിഞ്ഞാലും ഈ കുപ്പിയിൽ നിന്ന് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. കാരണം എൻ്റെ യേശു ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനായി രൂപഭാവമില്ലാതെ ജീവിക്കുന്നു. ഓ, സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, നിന്റെ ക്രിസ്തീയ ജീവിതം ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നീ യഥാർത്ഥവാനായി നിനക്ക് തിരിച്ചറിയാൻ പറ്റും. വൃക്ഷത്തെ ബലം കൊണ്ട് മാത്രമേ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. സാഹചര്യങ്ങളെല്ലാം നല്ലതാണെങ്കിൽ നീ പറയും ക്രിസ്തീയ ജീവിതം സുഖമാണ്. രാത്രി എതിരാകുമ്പോൾ നീ വിളിക്കുന്ന ദൈവമാരാന്ന് നിനക്ക് തിരിച്ചറിയാൻ തുടങ്ങുക. വിളിച്ച സഹോദരി, എന്നെ അവൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇന്ന് രാത്രിയിൽ അവൻ എനിക്ക് വേണ്ടി വെളിപ്പെടാൻ തയ്യാറാണ്. ഈ ലോകത്തിൽ 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ ഇതിനകത്തൊരു കല്ലിടാൻ ഞാൻ തയ്യാറല്ല.
ഈ ലോകത്തിൽ എൻ്റെ അഭിഷേകത്തെ ഹല്ലേലൂയ വിട്ടുകളയാൻ പറഞ്ഞ് ഏത് പിശാച് പറഞ്ഞാലും നിർത്താൻ പറഞ്ഞാലും ഇന്ന് രാത്രിയിൽ പറയുന്നു, ഈ വെള്ളത്തിൽ മായം ചേർക്കുവാൻ ഞാൻ തയ്യാറല്ല. ഹോ, ഏകനായി വന്നു, ഏകനായി തിരിച്ചു മടങ്ങും. ഓ ഹല്ലേലൂയ. കോടികൾ സമ്പാദിച്ചാൽ നീ കൊണ്ടുപോകത്തില്ല. പക്ഷെ ദൈവരാജ്യത്തിന് വേണ്ടി നീ വിത്ത് വിതച്ചാൽ നിനക്ക് വേണ്ടി അവിടെ ഒരു വലിയ സമ്പത്ത് ദൈവം കരുതിയിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം കുഞ്ഞുകളിയല്ല പ്രിയരെ. ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ, ഇത് ഹല്ലേലൂയ ഒരു നിശ്ചയ ഓട്ടക്കളമാണ്. ഹോ, ഇന്ന് ലോകത്തിൽ പല അട്രാക്ഷനുകളും നിൽക്കുമ്പോൾ അതിൽ വീണു പോകാതെ ഹല്ലേലൂയ നിന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ തയ്യാറാകുക. നിനക്ക് വേണ്ടി മാതൃക പുരുഷനുണ്ട്. എത്ര പേർ കർത്താവിന് നന്ദി പറയാൻ തയ്യാറാകും പ്രിയരെ? എൻ്റെ യേശു അവൻ ഇന്നും ജീവിക്കുന്നവനാ. ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കാൻ തുടങ്ങും? യേശു ഈ കുപ്പിയിലുള്ള കല്ലുകൾ പുറത്തു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ഈ കല്ലുകൾ അടുത്തൊരു പാത്രത്തിൽ എടുത്തിട്ട് നിനക്ക് കുടിക്കാൻ തന്നാൽ നീ പറയും ഇത് മലിനജലമാണ്. ഒരു പാത്രത്തിൽ നിന്ന് അടുത്ത പാത്രത്തിലേക്ക് ഇത് പകരാൻ പറ്റത്തില്ല. പക്ഷേ ഇത് വേറൊരു പാത്രത്തിൽ പകർന്നാലും ഇത് തിരിച്ച് കുപ്പിയിൽ ഒഴിക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് മായമില്ല. ഇന്ന് ഹല്ലേലൂയ വാടാത്ത കിരീടത്തിന് വേണ്ടി നിത്യ തേജസ്സിന്റെ കനത്തിനായിട്ട് അവൻ എന്നെ വിളിച്ചു വേർതിരിച്ചു. കർത്താവിന് നന്ദി പറയാൻ തയ്യാറാകട്ടെ. നിന്റെ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ഞാൻ പറയുന്നു. ഇതിനകത്ത് ഹഡിൽസ് പോലെ നിൽക്കുന്ന, ഇതിനകത്ത് പ്രശ്നം പോലെ നിൽക്കുന്നതിനെ ഇന്ന് രാത്രിയിൽ നീ ഉപേക്ഷിക്കാൻ തയ്യാറാകുക. സിംഗപ്പൂരിൽ കോടികൾ തരുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ പരിപാടി തുടങ്ങിയത്. ഹല്ലേലൂയ. സിംഗപ്പൂരിൽ എന്തോ വലിയ കാര്യം നേടാമെന്ന് പറഞ്ഞല്ല ഒരു MRT അടിയിൽ കർത്താവിനെ ഉയർത്താൻ തയ്യാറായത്. 10,000 വരുമെന്ന് കരുതിയിട്ടല്ല ചെയ്തത്. ഹല്ലേലൂയ. വിളിച്ചവൻ അക്കരെ നാട്ടിൽ നിന്ന് കൈയിട്ട് വിളിച്ചു പറഞ്ഞു, നിന്നിലൂടെ അനേകരെ എനിക്ക് നേടാനുണ്ട്. ഇന്ന് ലക്ഷ്യം തെറ്റാൻ ഞാൻ തയ്യാറല്ല, ക്ഷീണിക്കാൻ തയ്യാറല്ല. കുപ്പി മറിഞ്ഞാലും പ്രശ്നമില്ല, കൂടെ നിന്നവർ തള്ളിയാലും പ്രശ്നമില്ല. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ജീവിക്കുന്നു. ഓ, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയ്ക്ക് വിരോധമായി ഒരു ശക്തിക്കും നിൽക്കാൻ കഴിയത്തില്ല. ഇത് ദൈവത്താൽ സ്ഥാപിതമായതാണ്. ഇത് ദൈവത്താൽ സ്ഥാപിതമായതാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യാൻ പോകുന്നു. ഇത് റെക്കോർഡിങ്ങുകൾ വിളിച്ചറിയിക്കാൻ പോകുന്നു യേശുവിൻ നാമത്തിൽ. നിന്റെ ഓട്ടത്തിന് വഴിയെ തടയുവാൻ ഒരു പിശാചിനെയും അവൻ സമ്മതിക്കത്തില്ല എന്നുള്ളത് സത്യമാകയാൽ ദൈവത്തിന്റെ ശക്തിനകത്ത് ഉറങ്ങുന്നു പ്രിയരെ. സ്വീകരിക്കാമെങ്കിൽ ഇത് രാത്രിയിൽ നിന്റെ ഓട്ടം സ്ഥിരതയാക്കാൻ തയ്യാറാക്കുക. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ചിലവരെ വഴികൾ തുറക്കുന്നു. ആത്മാവിനോട് വിളിച്ചു പറയുന്നു, ബ്രദറെ, ഈ 2015 ഇത് ഇയർ ഓഫ് അബണ്ടൻസ്, ഹല്ലേലൂയ, ഉയർച്ചയുടെ വർഷമായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി അത് സ്വീകരിക്കാൻ തയ്യാറാകുക. ഇന്ന് രാത്രിയിൽ നിന്നെ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല, നിന്റെ സ്ഥിതിക്ക് അവൻ മാറ്റമയക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാപിക്കാൻ കഴിയുന്നവർ പ്രാപിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവം എന്നോട് പറയുന്നു, വേദനകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ യേശുവിൻ്റെ രക്തത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. നിരാശകൾ ഉണ്ടെങ്കിൽ അത് യേശുവിൻ്റെ രക്തത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. പാസ്റ്റർ കുറ്റം പറഞ്ഞു, ഹല്ലേലൂയ, ആ മനുഷ്യൻ ശരിയല്ല, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഏറ്റു പറയാൻ തയ്യാറായാട്ടെ. ദൈവം നിന്നെ വഴിയിൽ തയ്യാറല്ല വിടാൻ. ന്യായം വിധിക്കുന്നവൻ, നീതിയോടെ വിധിക്കുന്നവൻ, നീതിയോടെ വിധിക്കുന്നവൻ ഇന്ന് രാത്രി ഇതിനകത്ത് സഞ്ചരിക്കുന്നുണ്ട്. ആത്മാവിൽ വ്യക്തമായി എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ഹല്ലേലൂയ. തളരുവാൻ ഈ കഴുകനെ അവൻ സമ്മതിക്കത്തില്ല. ഉയരങ്ങൾ പറന്നുയരാൻ തയ്യാറാകുക. രാജ്യങ്ങൾ നിനക്ക് സ്വന്തമായി തരാമെന്ന് പറഞ്ഞവൻ. ഓ ഹല്ലേലൂയ. ലോത്ത് പിന്മാറുമ്പോൾ, മൊട്ടക്കുന്നുകൾ ഹല്ലേലൂയ കൈയേറുമ്പോൾ, അബ്രഹാം അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വാഗ്ദത്തം ചെയ്തവൻ അങ്ങാണ്, അങ്ങത് വിശ്വസ്തനായവനാണ്. ഉടനെ അബ്രഹാമിന്റെ സൗണ്ടിൽ നിന്ന് ദൈവം മറുപടി കൊടുത്തു, 4 ദിക്കിലേക്ക് നോക്കുക, ഞാൻ നിനക്ക്
അതിന് സ്വന്തമായി തരാം. ഇന്ന് എത്ര പേർ തയ്യാറാകും സ്വീകരിക്കാൻ? ഇത് പ്രസംഗിക്കുന്നത് തിരിച്ചറിയുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ ഇന്ന് രാത്രി പ്രാപിക്കാൻ തയ്യാറാകും. നീ പറഞ്ഞേ, ഈ കുപ്പി ഒരുപാട് കീഴ്മേൽ മറിഞ്ഞാണ് നിൽക്കുന്നത്. ഈ കുപ്പിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്നത്. പക്ഷേ ഈ കുപ്പിയിലുള്ളത് പൂർണ്ണതയേറിയ വെള്ളമാണ്. വീണാലും ഈ കുപ്പി പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ നീതിമാൻ വീണ്ടും എണീക്കും. ഓ, കാരണം ഇവന് ദൈവത്തിൽ മാത്രമാണ് ആശ്രയമുള്ളത്. ഈ കുപ്പി വീണാൽ ഇതിനകത്തുനിന്ന് ചിലത് ഛർദ്ദിച്ചത് തിരിച്ചു വരും. ഇവർ പറയും, പഴയത് മതിയായിരുന്നു, നല്ലത്, പഴയതായിരുന്നു നല്ലത്. പക്ഷേ ഇന്ന് ഹല്ലേലൂയ ഈ കുപ്പി പറയുന്നത് ഇങ്ങനെയാണ്: എന്തെല്ലാം മാറിയാലും, ആരെല്ലാം മാറിയാലും, ഹല്ലേലൂയ സാഹചര്യങ്ങൾ എതിരായിക്കോട്ടെ, വിളിച്ചവൻ വിശ്വസ്തനാണ്. ആ ഒരു ഉറപ്പുണ്ടോ പ്രിയരെ ഇന്ന് രാത്രി? അതെ, ദൈവം ചലിക്കും. നിന്നെ അനേകർക്ക് കുടിക്കാനുള്ള ഒരു പാത്രമാക്കി മാറ്റും. ഈ കുപ്പിയിൽ നിന്ന്, ഈ കുപ്പി സത്യമാണെന്ന് മനസ്സിലായാൽ അനേകരുടെ ദാഹം തീർക്കുന്നതായി മാറുന്നു. ഇതിനകത്ത് മലിനമുണ്ടെന്ന് മനസ്സിലായാൽ പലരും ഉപേക്ഷിക്കുമെതിരെ. ഇന്ന് രാത്രിയിൽ ഈ മലിനതയെ പുറത്തു കളയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. എത്ര പേർ ഈ സമയത്ത് എന്നെ സ്വീകരിക്കാൻ തയ്യാറാകാം? കാരണം അവൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം സകല പാപത്തെയും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നതാണ്. ഇന്ന് രാത്രി നിന്നെ വെണ്മയുള്ളതാക്കി മാറ്റുന്നതാണ്. ഹോപ്പുണ്ട് ബ്രദറെ. വീണാലും എണീക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നിന്റെ രാജാവ്, നിന്റെ സ്നേഹിതനായ ദൈവം, അവൻ നിന്നെ വഴിയിൽ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഒരു മടങ്ങി വരുമ്പോൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ, ഒരു മടങ്ങി വരങ്ങിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ, ഈ കറുത്ത് കാണുന്ന ചിലതിനെ അവൻ്റെ രക്തമിറങ്ങി ഇല്ലാതാക്കുമെന്നാ പറഞ്ഞത്. അവൻ്റെ രക്തമിറങ്ങി മായ്ച്ചു കളയുമെന്നാ പറഞ്ഞത്. ഇനി പഴയതിനെ ഓർക്കാതിരിക്കാൻ ഇതാ പുതിയതായി ഞാൻ നിനക്ക് ചിലത് ചെയ്യുന്നു എന്ന് പറഞ്ഞവൻ. സംഭവിക്കുന്നു. ഹല്ലേലൂയ. അതരങ്ങൾ കൊണ്ട് പാപം ചെയ്തെങ്കിൽ, ഹല്ലേലൂയ, ശരീരങ്ങൾ കൊണ്ട് പാപം ചെയ്തെങ്കിൽ, ഹല്ലേലൂയ, കണ്ണുകൾ കൊണ്ട് പാപം ചെയ്തെങ്കിൽ, ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ രക്തം നിന്നെ ശുദ്ധീകരിക്കുന്നതായി മാറുന്നു. കാരണം എന്താണെന്നറിയാമോ? ഭാരവും പാപവും കുറയേണ്ടത് ആവശ്യമാണ്. നീ ഭാരമില്ലാതെ ഓടണം, ക്ഷീണമില്ലാതെ ഓടണം. കാരണം അനേക ദൂരം നിനക്ക് ഓടാനുണ്ട്. സ്ഥിരതയോടെ ഓടാൻ തയ്യാറാകുക. ലാക്കിലേക്ക് ഓടാൻ തയ്യാറാകുക. ഹോ, ദൈവശക്തിനകത്ത് വെളിപ്പെട്ടു വരുന്നു പ്രിയരെ. എത്ര പേർ കർത്താവിന് നന്ദി പറയാൻ തയ്യാറാകുക? എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ ഓടി വരുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ഹല്ലേലൂയ, 3-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് അവസാന സമയത്തിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. വാക്യം വായിച്ചിട്ട് നാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് വന്നട്ടെ. ഹല്ലേലൂയ. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകതയെ പറയുന്നത്, അവന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും നീ ഏകീഭവിക്കണം എന്ന് പറഞ്ഞാൽ, ഒരു താഴ്ച ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഒരു പുനരുത്ഥാന ശക്തി വെളിപ്പെടും. ഒരു ഉയർപ്പ് നിന്റെ മേളിൽ വ്യാപരിക്കുക തന്നെ ചെയ്യും. ഇന്ന് എന്തെങ്കിലും താഴ്ച അനുഭവിക്കുന്നവർ വന്നിട്ടുണ്ടോ? നിന്നോട് ഒരു ദൂത് എനിക്ക് പറയാനുണ്ട്. നീ ഉയർച്ച വരും ദിവസങ്ങൾ അനുഭവിക്കും. ഒരു വെള്ളിയാഴ്ച നിന്നെ അടക്കിയെങ്കിൽ ഒരു ഞായറാഴ്ച ഉയർപ്പിന്റെ ശക്തി കൊണ്ട് നിന്റെ മേളിൽ എന്ന് പറഞ്ഞാൽ നിന്റെ ഓട്ടത്തിൽ നിന്നെ ക്ഷീണിപ്പിക്കാൻ കഴിയത്തില്ലെന്ന്. താഴോട്ട് വായിച്ചേ. അവന്റെ വല്ല വിധനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവിടെ അവന്റെ കഷ്ടാനുഭവം ഉള്ള തൊട്ടുമുമ്പുള്ള ഒരു വാക്യമുണ്ട്. കഷ്ടാനുഭവ. കുറെ നാളായിട്ട് കൈയടിക്കാൻ പോകുന്നുണ്ടല്ലോ, കുറെ നാളായിട്ട് ഒരു മണിയിൽ ആരാധനയ്ക്ക് പോകണ്ടല്ലോ, എന്തെങ്കിലും മാറ്റം വന്നോ? ഇങ്ങനെ അനേക നിന്ദകളും പരിഹാസങ്ങളും നിന്റെ ജീവിതത്തിൽ കേട്ടെന്നിരിക്കാം. അത് അവനോട് ചേർന്നുള്ള കഷ്ടമാണ്. പലരും ചോദിച്ചില്ലേ ശാനപ്പെട്ടിട്ട് വല്ലതും കിട്ടിയോന്ന്? പലരും ചോദിച്ചില്ലേ ഇതിനായിട്ട് ഇറങ്ങി ചിരിച്ചിട്ട് നഷ്ടമല്ലാതെ വല്ലതും ഉണ്ടോ എന്നോ? ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അവൻ്റെ കഷ്ടത്തോട് നിനക്കും ഒരു കൂട്ടായ്മയുണ്ട്. ഹല്ലേലൂയ. അവൻ
ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പേ ഹല്ലേലൂയ അവർ പറഞ്ഞു, ദൈവമാവെങ്കിൽ ഇറങ്ങി താഴോട്ട് വാ. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെടാൻ നേരത്ത് കണ്ണ് കെട്ടിയിട്ട് പറഞ്ഞു, ആ തലയിലടിച്ചത് അതെ തുപ്പിയതും ആരാന്ന് പറ. കളിയാക്കുകൾ ഏറ്റവനോട് പറയുന്നു, ഇതിനൊരു കൂട്ടായ്മ നിനക്കുണ്ട്. പക്ഷേ ഈ കൂട്ടായ്മയിൽ അവൻ കൈവിടാൻ തയ്യാറല്ല. ആ നിന്ദിച്ചതേ ഇടത്ത് അവൻ നിന്നെ ഉയർത്താൻ ശക്തനാണ്. സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. താഴോട്ട് വായിച്ച സൗരി. ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ. പൗലോസ് പറയാണ്, ഓട്ടം തികച്ച വ്യക്തിയാണ് നാം നോക്കുന്നത്. പൗലോസ് പറയാണ്, വല്ല വിധേനയും ഇതിൽ ഈ ജീവൻ്റെ കിരീടം പ്രാപിക്കണം. അതിനുവേണ്ടി എൻ്റെ ജീവിതത്തിൽ അവകാശം പറയുന്ന ഈ സംഭവങ്ങളുണ്ടല്ലോ, ഇതെനിക്ക് ചവറാന്ന് ഞാൻ തോന്നി. എന്നെ വേദനപ്പെടുത്തുന്ന ഈ വേദനകളുണ്ടല്ലോ, എന്നെ നിരാശപ്പെടുത്തുന്ന, എന്നെ ക്ഷീണിപ്പിക്കുന്ന ഈ ശക്തികളുണ്ടല്ലോ, അത് ഞാൻ ചവറെണ്ണിട്ട് ലാക്കിലേക്ക് എൻ്റെ നോട്ടം ഉറപ്പിച്ചു. ഓ ഹല്ലേലൂയ. ആ ഓട്ടത്തിന് വ്യതിയാനം വരുത്തുവാൻ എന്നെ പീഡിപ്പിക്കുന്ന എൻ്റെ കുടുംബ വിഷയങ്ങൾ തയ്യാറല്ല. ഹല്ലേലൂയ. എൻ്റെ ജോലി വിഷയങ്ങൾ തയ്യാറല്ല. എൻ്റെ കടം അതേ ഞെരുക്കം തയ്യാറല്ല. ഇതെല്ലാം എനിക്ക് ചവറാണ്. കാരണം എനിക്ക് വേണ്ടി ഒരു നിത്യജീവൻ കരുതിയ ഒരുത്തനുണ്ട്. ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഫണ്ടമെൻ്റൽ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു സ്വർഗരാജ്യത്തിലേക്കുള്ള വിളി എത്ര പേർ തയ്യാറാക്കും? അവിടെ നിനക്ക് വേണ്ടി വലിയ വാടാത്ത കിരീടങ്ങൾ വെച്ചിട്ടുണ്ട് പ്രിയരെ. അവിടെ ഇതാണ് പ്രത്യാശ. ഈ പ്രത്യാശ ഇന്ന് എത്ര പേർ കാണാൻ തയ്യാറാകും? ഈ ദൈവത്തെ തെള്ളിപ്പറഞ്ഞിട്ട് വേണമെങ്കിൽ സഹോദരി നിനക്ക് ഹൈന്ദവ മാർഗം സ്വീകരിക്കാമായിരുന്നു. പക്ഷേ സത്യദൈവത്തെ നീ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇന്ന് കഷ്ടം സാരമല്ലെന്നെണ്ണി ഹല്ലേലൂയ കുടുംബജീവിതത്തെ ത്യജിക്കാൻ നിൽക്കുന്ന ദൈവം നിന്നോട് പറയുന്നു, അവൻ നിന്നെ കൈവിടാൻ തയ്യാറല്ല. അതോടുകൂടെ നിന്റെ പോംവഴിയും അവൻ വെച്ചിട്ടുണ്ട് ഇന്ന് രാത്രിയിൽ. തയ്യാറായട്ടെ പ്രിയരെ. വെല്ലുവിളികൾ വരുമ്പോൾ നിനക്കെതിരെ ഒരു പന്തായമുണ്ട്. ഈ പന്തായത്തിൽ നീ തോറ്റുപോകുമെന്ന്. പക്ഷേ നിനക്കെതിരെ നിൽക്കുന്ന സകല കൈയെഴുത്തുകളെയും അവൻ ക്രൂശിൽ മായ്ച്ചു കളഞ്ഞു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് പരിഹസിക്കുന്നതിന് മുമ്പിൽ ജയോത്സവമായി അവൻ നിന്നെ നടത്തുവാൻ ശക്തനെന്ന് തിരിച്ചറിയുക. ക്രിസ്ത്യ ജീവിതം ജയത്തിൻ്റെ മാർഗമാണ്, പരാജയത്തിൻ്റെ മാർഗമല്ല. ഇത് നിനക്കെതിരെ വിരോധവും പ്രതികൂലമായിരിക്കുന്ന സകല കൈയെഴുത്തുകളെയും അവൻ ക്രൂശിൽ മായിച്ച് നിനക്കെതിരെ നിന്നതിനെ മുഴുവൻ ആയുധവർഗം വെപ്പിച്ച് അവൻ ഇന്ന് രാത്രിയിൽ ഒരു കഴുകനെ പോലെ നിന്നെ ഉയരമാറാക്കും. ഇതാണ് ക്രിസ്ത്യ ജീവിതം പ്രിയരെ. കരമടിച്ച് നന്ദി പറയാൻ കഴിയുന്നവർ, കരമടിച്ച് നന്ദി പറയാൻ കഴിയുന്നവർ. പ്രതികൂലം കാണുമ്പോൾ ഭയപ്പെടല്ലേ, കടല് കാണുമ്പോൾ ഭയപ്പെടല്ലേ. അതെ, നിന്റെ നാഥൻ നിനക്ക് നേരെ കൈനീട്ടിട്ടുണ്ട്. പ്രശ്നം വരുമ്പോൾ പേടിച്ച് പിന്മാറുന്നവനല്ല യഥാർത്ഥ ക്രിസ്ത്യാനി. പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുന്നവനെ ഒറ്റുന്നതല്ല യഥാർത്ഥ ക്രിസ്ത്യാനി. ലോകത്തിൻ്റെ മോഹം കണ്ട് കസേരകൾ വലിച്ചു പിടിക്കുന്നവനല്ല യഥാർത്ഥ ക്രിസ്ത്യാനി. അവൻ പറയും, ആരെല്ലാം മാറിയാലും എനിക്ക് നോക്കാനുള്ളത് ഒരു ജീവപുരുഷനുണ്ട്, അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ഇത് രാത്രി അവൻ നിനക്ക് വേണ്ടി ഇത് രാത്രി പരിവർത്തിക്കുന്നു. അവൻ നിന്നെ ജയത്തിലേക്ക് നടത്താമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. നീ പറയും, കഴിഞ്ഞ നാളുകളിലെ വേദന അത് ചവറാണ്, പ്രതികൂലങ്ങൾ അത് ചവറാണ്. കാരണം നിത്യതയിലേക്ക് എൻ്റെ രജിസ്റ്റർ പായുകയാണ് ഇന്ന് രാത്രിയിൽ. അതോടെ നിന്റെ ഓട്ടം സ്ഥിരതയായി മാറാം. നിന്റെ വേദനകൾ നീ മറക്കും, നിന്റെ ഞെരുക്കങ്ങൾ നീ മറക്കും. ഇന്ന് രാത്രിയിൽ ഏതൊക്കെയോ ചിറകടികളുടെ ശബ്ദം എനിക്ക് കേൾക്കാം. ഇന്ന് രാത്രിയിൽ അത് ചിറകിൻ്റെ ബല കൂടുന്നത് എനിക്ക് കേൾക്കാം. ഇന്ന് രാത്രിയിൽ വ്യക്തമായി ദൂതന്മാർ ചലിക്കുന്നത് എനിക്ക് കേൾക്കാം. താഴോട്ട് വായിച്ച സൗരിയെ പൗലോസ് ഓട്ടം തികച്ചു എന്ന് പറഞ്ഞ പൗലോസ് തൻ്റെ ജീവിതത്തിൽ പറയുകയാണ്, പ്രതികൂലങ്ങളുണ്ടായിരുന്നു വഴിയിൽ, പ്രശ്നങ്ങളുണ്ടായിരുന്നു വഴിയിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ ഞെരുക്കങ്ങളുണ്ടായിരുന്നു വഴിയിൽ. പക്ഷേ ഇതെല്ലാം ചവറെന്നവൻ എണ്ണി. കാരണം എന്താണെന്നറിയാം, ഇതെണ്ണാൻ കഴിയണമെങ്കിൽ നീ കാണേണ്ടവനെ കാണണമെന്ന് രാത്രിയില്ല. നിനക്കിത് ചവറെന്നെണ്ണണമെങ്കിൽ, നീ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നീ സത്യക്രിസ്തുവിനെ കാണണം.
ഓ ഹല്ലേലൂയ, സത്യ യേശുവിനെ കാണണം. അത് കണ്ടാൽ നീ പറയും, ഇന്ന് വരെ കണ്ടതൊന്നും ഇതേപോലെ വലുതല്ല. ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ഏതാപത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന യേശുവിനേക്കാൾ വലുതല്ല ഈ ലോകത്തിലുള്ളതൊന്നും. സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി യേശു ഇറങ്ങി നിൽക്കുന്നതിനകത്ത് വാ, ഓട്ടം തികയ്ക്കാൻ. നിന്റെ ഓട്ടം ഹല്ലേലൂയ നിന്റെ ഭാര്യ കൂടെ ഉണ്ടായിട്ടല്ല ബ്രദറെ. നീ വന്നത് ഏകനാണെങ്കിൽ പോകുന്നത് മേഘനായിട്ടാണ്. ആര് വന്നാലും വന്നില്ലേലും എൻ്റെ ഓട്ടം ഞാൻ സ്ഥിരതയോടോടും. എത്ര സുഖമാണെങ്കിലും സങ്കടമാണെങ്കിലും ഈ ഓട്ടത്തിന് അതേ ക്ഷീണം വരത്തില്ല. കാരണം എനിക്കറിയാം, സാഹചര്യങ്ങളെ മാറ്റാവുന്ന, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കാനും മരിച്ചതിനെ ഉയർപ്പിക്കാനും കഴിയുവനെയാണ് ഞാൻ സേവിക്കുന്നത്. സാഹചര്യങ്ങൾ എത്ര എതിരായിക്കോട്ടെ, ഒറ്റ സെക്കൻഡ് കൊണ്ട് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നവനെയാണ് ഞാൻ സേവിക്കുന്നത്. അത് സംഭവിക്കും ബ്രദറെ. എങ്കിൽ എത്ര പേർ പറയും, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും എന്നെ വേദനിപ്പിച്ചത്, എന്നെ പാപത്തിലേക്ക് കൊണ്ടുപോയത്, എന്നെ ഭാരപ്പെടുത്തിയത്, ഇന്ന് ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊരു പുതിയ ജീവിതം വേണം, ഭാരം കുറഞ്ഞ ജീവിതം. എൻ്റെ കരുതുന്ന ദൈവത്തിൻ്റെ കരം എനിക്ക് കാണണം. അവൻ്റെ കരത്തിൽ കൂടെ ജീവിക്കണം. അവൻ അമ്മ മറന്നാലും അവൻ മറക്കത്തില്ലെന്ന് പറഞ്ഞവനാണ്. അതെ, ആര് നിന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞവനാണ്. ആ കരുതൽ ഇന്ന് രാത്രിയിൽ എനിക്ക് തിരിച്ചറിയണം. ആ കരുതലിനകത്തുണ്ട് ബ്രദറെ നിനക്ക് വേണ്ടത് മുഴുവൻ. ആ കരുതലാണ് നിന്നെ മുമ്പോട്ട് നടത്തുന്നത്. താഴോട്ട് വായിച്ച സൗരി. ഹല്ലേലൂയ. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. ഞാൻ ക്രിസ്തു യേശുവിനെ പിന്തുടരുന്നത് കൊണ്ട്, വായിച്ചേ ആ വാക്യം ഇപ്പോൾ വായിച്ചത്. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. പൗലോസ് ഓട്ടം തികയ്ക്കുന്നതിന് മുമ്പേ തൻ്റെ ജീവിതത്തിൽ എഴുതിയ ലേഖനങ്ങളാണിത്. ലഭിച്ചു കഴിഞ്ഞു എന്നിട്ട് ആയിട്ടില്ല. പക്ഷേ തിമോഥെയോസിൻ്റെ അവസാന ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, ഓട്ടം തികച്ചു. ഇതേപോലെ ഒരു അപ്പോസ്തലൻ വേറെ എങ്ങും എഴുതിയിട്ടില്ല. അവൻ ജീവിച്ചിരിക്കുമ്പോഴേ അവൻ്റെ ഓട്ടം തികച്ചെന്ന് പറയാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിസ്റ്റർ ഇപ്പോൾ വായിച്ചു തന്നെ വായിച്ചോ. അവൻ ഓടുന്ന വഴിമധ്യത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്ന സമയത്ത് എഴുതിയതാണ്. ലഭിച്ചു കഴിഞ്ഞോ എന്ന് ഞാൻ പറയത്തില്ല, എങ്ങനെയും ഇതിലേക്ക് പിടിക്കുവാൻ ഞാൻ നോക്കുന്നു. എന്നെ തൊടുവാൻ ഇതൊന്നും കഴിയത്തില്ല. പട്ടിണിയോ സങ്കടമോ കഷ്ടമോ ദാരിദ്ര്യമോ ഒന്നും ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ലെന്നാ പറഞ്ഞത്. വായിച്ചേ. ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. ഇത് രാത്രിയിൽ ദൈവത്തെ തള്ളിപ്പറയാൻ ഒരുപാട് അവസരം വന്നില്ലേ? പക്ഷെ പറയാത്തത് എന്താണെന്നറിയാമോ? ആ സ്നേഹത്തെ നിന്റെ ജീവിതത്തിൽ നീ തിരിച്ചറിഞ്ഞു. ആ കാൽവരിയിൽ ഒഴുക്കിയ സ്നേഹം ഈ ലോകത്തിൽ വേറെ ആരും എന്നോട് കാണിച്ചിട്ടില്ല. ഒരു മനുഷ്യനും ക്ഷമിക്കാത്ത എൻ്റെ പാപങ്ങളെ അവൻ കാൽവരി ക്രൂശിൽ ക്ഷമിച്ചതോർത്ത പിന്നെ എൻ്റെ ജീവിതം ഒരു യാഗമാക്കി തീർക്കാനല്ലാതെ വേറെ ഒന്നും കഴിയത്തില്ല. സമ്മതിക്കാൻ തയ്യാറാണോ? ഭാര്യയെ ക്ഷമിക്കാത്ത പാപങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലേ? ഭർത്താവ് ക്ഷമിക്കാത്ത പാപങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലേ? അപ്പന് പൊറുക്കാൻ കഴിയാത്ത, അമ്മയ്ക്ക് പൊറുക്കാൻ കഴിയാത്ത പാപങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലേ? എന്നാൽ യേശു പറയുന്നു, നിന്റെ സകലതും അറിയാവുന്ന ഞാൻ നിനക്ക് വേണ്ടി മറുവിലയായി എന്നുള്ളതാണ് സത്യം. ഈ സ്നേഹത്തിന് മുമ്പിൽ ഈ ലോകത്തിൽ മറ്റൊന്നും എനിക്ക് വലുതല്ല. സ്വീകരിക്കാമെങ്കിൽ ഇത് രാത്രി സ്വീകരിക്കാൻ തയ്യാറാകാം. ഇതിനകത്ത് വേറെ ഒന്നും എനിക്ക് വലുതല്ല സഹോദരി. ഈ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ മുട്ടുമടക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. താഴോട്ട് വായിച്ചേ 13-14 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ഓട്ടം സ്ഥിരതയോടോടണമെങ്കിൽ പൗലോസ് പറഞ്ഞ അതേ വാക്യം നീ അതേ നിന്റെ ജീവിതത്തിൽ എടുക്കണം. പിൻപിലുള്ളത് മുഴുവൻ മറക്കാൻ തയ്യാറാകണം. ഈ ഹോളിൽ വന്നു കയറുന്നവരെയും നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നോ, പ്രതികൂലങ്ങളുണ്ടായിരുന്നോ, വേദനകളുണ്ടായിരുന്നോ, നിരാശകളുണ്ടായിരുന്നോ, അതിനെ മുഴുവൻ അവൻ മറന്നിട്ട്
ലാക്കിലേക്ക് ആയാൻ തയ്യാറായി, ഓട്ടത്തിലേക്ക് ഓടാൻ തയ്യാറായി. അതാണ് അവന്റെ വിജയ രഹസ്യം. ഹല്ലേലൂയ. ഇന്നലെ നിന്നെ എതിർത്തവനില്ലേ, ഇന്നലെ നിന്നെ കളിപ്പിച്ചവനില്ലേ, ഇന്നലെ നിന്നെ തകർത്തവനില്ലേ, അതെല്ലാം ഞാൻ മറക്കാൻ തയ്യാറാണ്. കാരണം എൻ്റെ ദൈവമാണ് എനിക്ക് വലുത്. അതിലേക്ക് ഞാൻ ഓട്ടം ഓടിത്തികയ്ക്കാൻ പോകുന്നു. കാരണം എനിക്ക് അവൻ മാത്രമേ എന്തെങ്കിലും ചെയ്യാനുള്ളൂ. അവൻ മാത്രമേ എൻ്റെ വഴികളെ തുറക്കാനുള്ളൂ. അവൻ മാത്രമേ എൻ്റെ സാഹചര്യങ്ങൾ മാറ്റാനുള്ളൂ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഹല്ലേലൂയ, ബാക്കിയെല്ലാം ഞാൻ വിടാൻ തയ്യാറാണ്, ഞാൻ മുമ്പിലേക്ക് ഓടാൻ തയ്യാറാകുന്നു. നിന്റെ ഓട്ടം തികയ്ക്കണമെങ്കിൽ ഹല്ലേലൂയ, ഏറ്റവും വലിയ മർമ്മം പൗലോസ് പറയുകയാണ്, പഴയത് മുഴുവൻ മറക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ സാഹചര്യങ്ങൾ മറിയാൻ തുടങ്ങുമ്പോൾ നിന്റെ അകത്ത് കിടക്കുന്ന വിഷമങ്ങൾ പുറത്തു വരും, നിരാശകൾ പുറത്തു വരും, മരിക്കാത്ത ജഡം പുറത്തു വരും, കോപം പുറത്തു വരും, ഹല്ലേലൂയ, ദേഷ്യം പുറത്തു വരും. ഇന്ന് രാത്രിയിൽ നിങ്ങളോടുകൂടെ ചേർന്ന് ഈ വചനം പറയുന്ന ഞാനും മാറ്റമില്ലാത്ത യേശുവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറാകുന്നു. ഈ വിഷയം ദൈവം എന്നോട് ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇടപെടാത്തതൊന്നും ഞാൻ സംസാരിക്കാറില്ല. ഇന്ന് രാത്രിയിൽ ക്രിസ്ത്യ ജീവിതം പരാജയമായി മാറാതിരിക്കുവാൻ നീ പഴയത് മറക്കാൻ തയ്യാറാകുക. പുതിയ തുരുത്തിയിൽ മാത്രമേ ഹല്ലേലൂയ പുതിയ വീഞ്ഞ് പകരത്തുള്ളൂ. ഒരു പുതിയ അഭിഷേകത്തിനായി, ഒരു പുതിയ എഴുന്നേൽപ്പിനായി, പുതിയ ഓട്ടത്തിനായി എത്ര പേർ ഈ സമയത്ത് തയ്യാറെടുക്കും? അതെ, അവർക്ക് വേണ്ടി അതെ യേശു മുമ്പിൽ നിൽക്കാൻ പോകുന്നു. ഞാൻ നിനക്ക് മുമ്പായി പോകും, ദുർഘടങ്ങളെയും താമര കഥകളെയും തകർക്കും, ഇരുമ്പോടാമ്പലുകളെ നിനക്ക് വേണ്ടി ഞാൻ തകർക്കുമെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രിയിൽ നിനക്ക് മുമ്പായി യാത്ര ചെയ്യാൻ പോകുന്നു. അത് സംഭവിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പഴയതിനെ മറന്ന് അവൻ മുമ്പിലുള്ള വിരുദ്ധനായി ലാക്കിലേക്ക് അവൻ ആഞ്ഞു തുടങ്ങി. ആ ബാക്കി ഒന്നുകൂടെ വായിച്ച് തീർത്തിട്ട് നാം പ്രാർത്ഥിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പൗലോസ് എത്ര സ്ഥലത്താണ് എഴുതിയേക്കുന്നത്? നിങ്ങൾ വീണുപോലെ ഓട്ടം ഓടി തികയ്ക്കണം. ഹല്ലേലൂയ. ഈ ഹഡിൽസുകൾ നിനക്കെതിരെ പന്തായം വെച്ചവൻ നിന്റെ വഴി മുടക്കുവാൻ അനേക കാര്യങ്ങൾ കൊണ്ടുവച്ചെന്നിരിക്കാം. നിന്റെ പാസ്റ്ററിനെ കുറിച്ച് കുറ്റം പറഞ്ഞെന്നിരിക്കാം, നിന്റെ കൂടെ നിൽക്കുന്ന സ്കൂട്ടർ സഹോദരനെ കുറിച്ച് കുറ്റം പറഞ്ഞെന്നിരിക്കാം. ഹല്ലേലൂയ. നിന്റെ വിശ്വാസം തകരുന്ന രീതിയിൽ അതെ നിന്റെ മുമ്പിൽ എന്തെങ്കിലും കാഴ്ച കാണിച്ചെന്നിരിക്കാം. പക്ഷെ അതിനെല്ലാം മറന്നിട്ട് നിന്റെ ഓട്ടം നീ സ്ഥിരതയോടോടാൻ തയ്യാറാകുക. കാരണം പിശാച് എന്ന് പറയുന്നവൻ അവൻ കള്ളം പറയുന്നവൻ്റെ അപ്പനും പോഷ്ക് പറയുന്നവനും പോഷ്ക് പറയുന്നവൻ്റെ അപ്പനുമാകുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഹല്ലേലൂയ ജീവകിരീടം പ്രാപിക്കുന്നവനോട് പറയുന്നത്, കുഞ്ഞാടിൻ്റെ രക്തത്താലും നിന്റെ സാക്ഷ്യവചനത്താലും ആ പന്തായം വെച്ച അപവാദിയെ നീ തള്ളിയിട്ട് കളഞ്ഞു. നിന്നെ വീഴ്ത്തുമെന്ന് പറഞ്ഞ അപവാദിയില്ലേ, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ അപവാദിയില്ലേ, നിനക്ക് തുണയായിട്ട് രക്തം ഹേതുവുണ്ട്, നിനക്കൊരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യത്തെ മനുഷ്യരെന്തോ പറഞ്ഞോട്ടെ, ഹല്ലേലൂയ, ദൈവം നിന്റെ സാക്ഷ്യത്തെ അളക്കുവാൻ തയ്യാറാകുന്നു. എത്ര പേർ ഈ സമയത്ത് ഓട്ടം ഓടി തികയ്ക്കാൻ തയ്യാറാകും? ആ ബാക്കി ഒന്നുകൂടെ വായിച്ച് തീർക്കാൻ പോയി എല്ലാവരും ചാടി എണീറ്റ് ഹല്ലേലൂയ നാം ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. എല്ലാം അനുഗ്രഹമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. സങ്കടങ്ങൾ വരാം, പ്രശ്നങ്ങൾ വരാം, വേദനകൾ വരാം, പക്ഷേ ഓട്ടത്തിന് ക്ഷീണം വരാൻ പാടില്ല. ഇന്ന് അതിനെ അതിജീവിക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേളിൽ വീഴുന്നുണ്ട്. ആ അഭിഷേകത്തെ ഇന്ന് രാത്രി നീ പ്രാപിക്കാൻ തയ്യാറാക്കുക. വിരുദ് പറഞ്ഞവന്റെ ആത്മാവിന്റെ ബലം ഇന്ന് രാത്രി നിന്റെ മേളിൽ വീഴാൻ പോകുന്നു. വായിച്ചാട്ടെ സഹോദരി. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ള എൻ്റെ പരമവിളിക്കായി ആ ലാക്ക് എൻ്റെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് ആഞ്ഞു ഓടുന്നു. ആ പൗലോസ് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ അവസാനം എഴുതി, എൻ്റെ ഓട്ടം തികച്ചു, ഞാൻ നല്ല പോർ പൊരുതി, വിശ്വാസം കാത്തോ. എൻ്റെ വിശ്വാസത്തിൻ്റെ നായകന് എൻ്റെ ജീവിതം മൂലം ഒരു പരാതി ഉണ്ടാകില്ല. എൻ്റെ ജീവിതം മൂലം ഇന്ന് രാത്രിയിൽ അവസാന ഘട്ടത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, നീ മൂലം ആ നാമം ദുഷിക്കപ്പെടരുത്. നീ മൂലം
ആ ക്രിസ്ത്യ ജീവിതം തകർക്കപ്പെടരുത്. നീ മൂലം ക്രിസ്ത്യ മാർഗം അനേകർക്ക് ദൂഷിപ്പായി മാറരുത്. നീ മൂലം അനേകർ ഈ മാർഗം നല്ലതല്ലെന്ന് പറയരുത്. നീ മൂലം ആ നാമം ഉയരപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ മൂലം ഹല്ലേലൂയ അനേകർ ഈ നാമത്തെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ തയ്യാറാകും? എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങും? അവരുടെ സ്വരം ഇന്ന് രാത്രി നസ്രയൻ കേൾക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ സകലുകൾ മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. സഹോദരി, ഈ അവസ്ഥ മാറിയാൽ ഈ ദൈവത്തെ വിടാൻ നീ തയ്യാറാണോ? ഹല്ലേലൂയ. അവസ്ഥകൾ സുഖമായെന്നിരിക്കാം, വരുന്ന ദിവസങ്ങൾ നന്മയുടെ ഹല്ലേലൂയ പുതപ്പ് നിന്റെ മേളിൽ വീണെന്നിരിക്കാം. പക്ഷേ ഇതിനേക്കാളും ശക്തിയോടെ അവന് വേണ്ടി നിൽക്കാൻ തയ്യാറാക്കുക. ഇതാണ് ക്രിസ്ത്യ ജീവിതം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ കർത്താവിന് നന്ദി പറയാൻ തയ്യാറാകും? സാഹചര്യങ്ങൾ മാറുമ്പോൾ, സുഖങ്ങൾ വരുമ്പോൾ യേശുവിനെ വിടരുത്. കൂടുതൽ ശക്തിയോടെ ഓടാൻ തയ്യാറാക്കണം. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെയോ ദൈവം ദൂത് പറയുന്നു. സാഹചര്യങ്ങൾ മറിയാൻ പോകുന്നു. ഹല്ലേലൂയ. നിന്റെ കഷ്ടവും പട്ടിണിയും ഹല്ലേലൂയ പ്രശ്നങ്ങളും മാറാൻ പോകുന്നു. നിനക്കൊരു നല്ല കാലം അവൻ ഇന്ന് രാത്രി പ്രദാനം ചെയ്യാൻ പോകുന്നു. എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങും? ഞാൻ മൂലം ഈ നാമത്തിനൊരു പെരുദോഷം ഉണ്ടാക്കത്തില്ല. ഞാൻ മൂലം എൻ്റെ യേശുവിൻ്റെ നാമം ഉയരുക തന്നെ ചെയ്യും. ഞാൻ മൂലം ഈ നാമം അനേകർ അറിയും. ഞാൻ മൂലം അനേകർ ഈ നാമത്തെ സ്വീകരിക്കും. റബ ശതാന ജനാദിയ. യേശുവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി ചില പാപ സ്വഭാവങ്ങളെ ഉരിഞ്ഞു കളയാൻ തയ്യാറാകുക. ഇന്ന് രാത്രിയിൽ പറഞ്ഞേ, അങ്ങല്ലാതെ എനിക്കൊരു പൗലോസ് പറഞ്ഞതുപോലെ ഓട്ടത്തിൽ ക്ഷീണമുണ്ടാകാതിരിക്കുവാൻ നീ പഴയത് മറക്കാൻ തയ്യാറാക്കുക. ഇന്ന് രാത്രി ആ കയ്പിൻ്റെ, ആ വേദനയുടെ, ആ നിന്ദയുടെ, ആ ഉപദ്രവത്തിൻ്റെ, ആ കളിയാക്കലിൻ്റെ, ആ അപമാനത്തിന്റെ അവസ്ഥകളെ ഇന്ന് രാത്രിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് പരമവിളിയിലേക്ക് ലാക്കിലേക്ക് ഓടാൻ തയ്യാറാക്കുക. സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ തെറ്റിപ്പോയി. കർത്താവേ, ഇന്ന് രാത്രി എൻ്റെ ലാക്കിലേക്ക് ഞാൻ കയറാൻ തയ്യാറാകുന്നു. ഇന്ന് രാത്രിയിൽ എൻ്റെ ഓട്ടത്തിലേക്ക് ഞാൻ ഓടാൻ തയ്യാറാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ആര്യക്ക് മേളിൽ ദൈവത്തിൻ്റെ ജീവൻ വീഴാൻ പോകുന്നു. അവൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പുണ്ടാകാൻ പോകുന്നു. Hallelujah.